നീ ഒരു സോൾമേറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. ഞാൻ സോൾമേറ്റിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ സോൾമേറ്റ്സിൽ വിശ്വസിക്കുന്നുണ്ട്. പരസ്ത്രീ ബന്ധം. നീ MS ധോണി മൂവി കണ്ടിട്ടില്ല? ഫസ്റ്റ് ധോണി ദിശ പട്ടാനിയായിട്ട് റിലേഷൻഷിപ്പിലാവും. അവർ പെർഫെക്റ്റ് കപ്പിൾസ് ആയിരുന്നു, സോൾമേറ്റ്സ് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവള് മരിച്ചു. നമ്മുടെ പാർട്ട്ണർ മരിച്ചു പോവുകയാണ്. ഓക്കെ, മരിച്ചോട്ടെ. എന്താടാ, ധോണി വേറൊരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവര് ഹാപ്പിലി മാരീഡ്. ഓക്കെ, ഇപ്പൊ അവർക്ക് ഫാമിലി ആയി, കുട്ടികളായി. അപ്പൊ ഈ സോൾമേറ്റ് ഒറ്റ ഒരാളുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ പാർട്ട്ണർ ഇല്ല. ഈ ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. അതില് എന്റെ സോൾമേറ്റ് ആയിട്ടുള്ള ആള് യാദർച്ഛികമായി എന്റെ അതേ സ്കൂളിൽ, എന്റെ അതേ ക്ലാസ്സിൽ, എന്റെ അതേ ബെഞ്ചിന്റെ തൊട്ട് പിന്നിലുള്ള ബെഞ്ചിനാണ് നിൽക്കുന്നത് എന്നുള്ള കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഫാന്റസി, ഡിസ്നി പ്രിൻസസ് കോൺസെപ്റ്റ്, ഫെയറി ടെയിൽസിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സോൾ മേറ്റിൽ വിശ്വസിക്കുന്നത്. Hey everyone, welcome to the best comedy podcast in India, After Hours Malayali. സമീർ, ആദ്യം തന്നെ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. എന്താണ് ആ ടോപ്പിക്? നീ ഒരു സോൾമേറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ? യെസ്. എന്റെ സ്ക്രിപ്റ്റ് അങ്ങ് തെറ്റി. അതെന്റെ നോ. അതല്ല, നീ സോൾമേറ്റിൽ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താണ് സോൾമേറ്റ്? ഞാൻ വിശ്വസിക്കുന്നത് സോൾമേറ്റ് തന്നെ ലോകത്തെ ഏറ്റവും വലിയൊരു സ്കാമാണ്. വൈ ഈ എങ്ങനെ സ്കാം എന്നുള്ള കൺക്ലൂഷനിലെത്തിയേ? ഞാൻ സോൾമേറ്റിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനു മുന്നേ നീ സോൾമേറ്റ് എന്താന്ന് ഇനി ഏതെങ്കിലും ഒരാൾക്ക് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ നീ കാണുന്ന സോൾമേറ്റ്, നമ്മളെ മനസ്സിൽ കാണുന്ന ഒരു സോൾമേറ്റ് എന്ന് വെച്ചാൽ ഇപ്പം വെൻ ഇറ്റ് കംസ് ടു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓരോ കൂടെ വളരെ പെട്ടെന്ന് ക്ലിക്ക് ആവുകയും പിന്നെ നമുക്ക് കുറെ കാലമായിട്ട് അവരെ അറിയാന്നുള്ളൊരു ഉള്ളിലൊരു ഫീലിംഗ്, പിന്നെ ഒരു ഫീൽസ് അറ്റ് ഹോം, ആ ഒരു കംഫർട്ട് സ്പേസ്, പിന്നെ രണ്ടാൾക്കാർ ഇങ്ങനെ ഒരു പസില് മാച്ച് ചെയ്യുന്ന പോലെ. അതാണ് ഞാൻ സോൾമേറ്റിന് കണ്ട ഒരു ഡെഫിനിഷൻ. അതായത് ഈ ഒരാൾക്ക് ഇയാളും വേണം, ഈ ഒരാൾക്ക് ഇയാളും വേണം, എന്നിട്ട് ഇവർ ഇങ്ങനെ മാച്ച് ചെയ്യും. അതായത് നമ്മളായിട്ട് മോസ്റ്റ് കമ്പാറ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ. ഞാൻ സോൾമേറ്റിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ സോൾമേറ്റ്സിൽ വിശ്വസിക്കുന്നുണ്ട്. പരസ്ത്രീ ബന്ധം. അതാണ് മെയിൻ മിസ്കൺസെപ്ഷൻ. എന്ന് വെച്ചാൽ സോൾമേറ്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും നമ്മുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ ആകുന്നതാണ്. അങ്ങനെ ആവണമെന്നില്ല. മിക്ക സമയത്തും സെമീർ സ്റ്റാർട്ടിലെ ഫ്രണ്ട്ഷിപ്പ് മിക്ക സമയത്തും അത് റൊമാൻറ്റിക് പാർട്ട്ണർ ആകാം. പക്ഷെ പല സമയത്തും അതൊരു ഫ്രണ്ട് ആകാം. അല്ലെങ്കിൽ ചില കുറെ പെൺകുട്ടികളുടെ സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മദറായിരിക്കും. അവരുടെ ഏറ്റവും കംഫർട്ടബിൾ, ഏറ്റവും കമ്പാറ്റബിൾ ആയിട്ടുള്ള പേഴ്സൺ. പക്ഷെ ഈ സോൾമേറ്റിന്റെ കോൺസെപ്റ്റ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആൾക്കാർ കുറെ ബോളിവുഡ് മൂവീസും കുറെ ഡിസ്നി മൂവീസും ഡിസ്നി പ്രിൻസസ് കോൺസെപ്റ്റ്, ഫെയറി ടെയിൽസിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് സോൾമേറ്റിൽ വിശ്വസിക്കുന്നത്. അതായത് ഈ ലോകത്ത് 8 ബില്യൺ ആൾക്കാരുണ്ട്. അതില് എന്റെ സോൾമേറ്റ് ആയിട്ടുള്ള ആള് യാദർച്ഛികമായി എന്റെ അതേ സ്കൂളിൽ, യാദർച്ഛികമായി എന്റെ അതേ ക്ലാസ്സിൽ, യാദർച്ഛികമായി എന്റെ അതേ ബെഞ്ചിന്റെ തൊട്ട് പിന്നിലുള്ള ബെഞ്ചിനാണ് നിൽക്കുന്നത് എന്നുള്ള കുറെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ള പോലെ നമ്മൾ പല ആൾക്കാരായിട്ട്, ലോകത്ത് കുറേ ആൾക്കാരായിട്ട് നമ്മൾ ഭയങ്കര നൈസായിട്ട് മോസ്റ്റ് കമ്പാറ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എൻ്റെ ആർഗ്യുമെന്റ്. കുറെ ആൾക്കാരുണ്ട്, അവര് കല്യാണം കഴിക്കും, അവരുടെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു, കല്യാണം കഴിച്ചു, അടിപൊളിയായിട്ട് ഹാപ്പിലി മാരീഡ് ലൈഫായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ ആ പാർട്ട്ണർ മരിച്ചു പോവുകയാണ്. അപ്പൊ അവരുടെ സോൾമേറ്റ് മരിച്ചുപോയി. അപ്പൊ ഈ സോൾമേറ്റ് ഒറ്റ ഒരാളുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ പാർട്ട്ണർ ഇല്ല, ഒരു സോൾമേറ്റ് ഇല്ല. അങ്ങനല്ല. അതായത് ഇപ്പൊ നമുക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്, കൊറേ നല്ല വൈബ് ചെയ്യണ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിക്കുമ്പോ ചിലപ്പോ നമുക്ക് 2-3 ആൾക്കാരുണ്ടാവും. മോർ ദാൻ വൺ.
വെൻ ഇറ്റ് കംസ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ്, പക്ഷെ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ട് മുതലേ കണ്ടീഷൻ ചെയ്തു വന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് എവിടെയോ ഒരാളുണ്ട് രീതിയില് ഒരാള് നമുക്ക് സോൾമേറ്റ് ആയി ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, അത് നമുക്ക് ഒരു പാർട്ട്ണറെ പാടുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പൊ ഒരു 20 കൊല്ലം ഇവര് ഭയങ്കര ചങ്കും കരളുമായിട്ട് ജീവിച്ചു. പക്ഷെ അങ്ങോട്ട് 21ാമത്തെ കൊല്ലം ഒരാൾ മരിച്ചു. പിന്നീട് ചിലപ്പോ ഇവര് മാരി ചെയ്യും, ചിലപ്പോ അവരെ കൂടി നല്ലതൊക്കെ. പക്ഷെ അവർക്ക് ഈ ഫസ്റ്റ് ഉണ്ടായിരുന്ന പാർട്ട്ണറിന്റെ കൂടെ ഉള്ള അത്ര കമ്പാറ്റബിലിറ്റിയും കാര്യമൊന്നും ചിലപ്പോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായിരിക്കും സോൾമേറ്റ് എന്ന് പറയണേ. ഇനി വേറൊരു സംഭവം പല ആൾക്കാരും പറയാറുണ്ട്, ഈ കല്യാണത്തിന് ശേഷം പ്രണയത്തിലാവുന്നവര്. അതായത് ചീറ്റിംഗ് അല്ല ചീറ്റിംഗ് ആണ്, പക്ഷെ ഇങ്ങനെ ലസ്റ്റ് ഫിൽഡ് റിലേഷൻഷിപ്സോ കാര്യമൊന്നുമല്ല. പക്ഷെ ലിറ്ററലി ഇപ്പൊ ഒരു പെൺകുട്ടി വേറൊരാളായിട്ട് കല്യാണം കഴിച്ചു. ഒരു പെൺകുട്ടി ഒരാളായിട്ട് കല്യാണം കഴിച്ചു. ചിലപ്പോ ഒരു നല്ല ജീവിതമായിരിക്കും, നല്ല രീതിയിൽ ഒക്കെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ പെൺകുട്ടിക്ക് വേറൊരാളോടും ഇഷ്ടം തോന്നിയേക്കാം, വേറൊരാളില് സോൾമേറ്റ് ആ ഒരു ഫിഗർ കാണാം, പക്ഷെ ദേ കാൺ ബി ടുഗദർ. അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ പറയല് മറ്റേ അൺലക്കി ആവുക ഈ മാരേജ് ലൈഫില്, അല്ലെ നമ്മൾ സോൾമേറ്റിനെ മീറ്റ് ചെയ്തില്ല എന്നൊക്കെ. അല്ല, ഓരോരോ ഔട്ട്കംസ് ആണ്, ഓരോരോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എന്റെ പോയിന്റ് ഫെർദർ പ്രൂവ് ചെയ്യാന്. നീ MS ധോണി മൂവി കണ്ടിട്ടില്ല? ഈ MS ധോണി മൂവിയില് ഫസ്റ്റ് ധോണി ദിശ സിനിമയില് ദിശ പട്ടാനി ആയിട്ട് റിലേഷൻഷിപ്പിലാവും. അവർ പെർഫെക്റ്റ് ആയിരുന്നു, പെർഫെക്റ്റ് കപ്പിൾസ് ആയിരുന്നു, സോൾമേറ്റ്സ് ആയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവള് മരിച്ചു. അതെ, ദിശ പട്ടാനി ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ്. എന്നിട്ട് ധോണി വേറൊരാളെ കണ്ടുപിടിച്ചു. എന്നിട്ട് അവര് ഹാപ്പിലി മാരീഡ്. അവര് ഇപ്പൊ അവർക്ക് ഫാമിലി ആയി, കുട്ടികളായി, അവരങ്ങനെ ജീവിച്ചു വന്നു. അപ്പം ഒരാൾക്ക് ഈ 8 ബില്യൺ ആൾക്കാരിൽ ഒറ്റ ഒരാൾ മാത്രമേ നമുക്ക് സോൾമേറ്റ് ആയി ഉണ്ടാകും എന്ന് പറഞ്ഞാല് അതെനിക്ക് ഭയങ്കര ഒരു ഫാന്റസി. ഈ സിനിമയൊക്കെ കണ്ട് ഈ ഷാറൂഖ് ഖാന് ദിൽവാലയിലൊക്കെ പറയുന്ന പോലെ 15 സാൽ 10 മഹീനെ എന്നൊക്കെ പറഞ്ഞ. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ സോൾമേറ്റ് കൺസെപ്റ്റാണ് ഈ ആദ്യം തുടങ്ങിയത്. അപ്പൊ സോൾമേറ്റ് കൺസെപ്റ്റില് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ സോൾമേറ്റ്സ് എന്നുള്ളപ്പം മരിച്ച് കുറെ കഴിഞ്ഞ് വേറൊരാളെ കല്യാണം കഴിച്ച് അയാളേലും അതിലും അടിപൊളി കമ്പാറ്റബിലിറ്റി ആണ്, അല്ലേ? നമ്മൾ റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരാണ് നമുക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ്. 3-4 പ്രാവശ്യമൊക്കെ ഇതാണ് എന്റെ സോൾമേറ്റ്, ഇത് തന്നെ ദിസ് ടൈം ഐ വിൽ ഗെറ്റ് ഇറ്റ്. ചിലവർ വിചാരിക്കും എനിക്ക് കിട്ടാവുന്നതിൽ ബെസ്റ്റ് വരാണ്, ഇവരെ പോയാൽ എനിക്ക് ഇതിലും അടിപൊളി ഒരാളെ കിട്ടൂല. അവര് സോൾമേറ്റ് അങ്ങ് സീൽ ചെയ്തുണ്ടാവും. പക്ഷെ പിന്നെ ബ്രേക്കപ്പ് ഒക്കെ ആയി കുറച്ച് കഴിയുമ്പോഴായിരിക്കും വേറെ. പക്ഷെ അത് ബ്രേക്കപ്പ് ആയി, അതിനടുത്ത് സോൾമേറ്റ് അല്ലായിരുന്നു. ഇപ്പൊ കല്യാണത്തിലും ഇപ്പം ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ പാർട്ട്ണർ മരിച്ചു പോവുകയാണ്. ഓക്കെ, മരിച്ചോട്ടെ, അങ്ങനല്ല, മരിച്ച് ചിലപ്പോ ഒരു 3-4 കൊല്ലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെ 2 years 2 months കുഡ് ബി എനിത്തിങ് അവര് റെഡി ആവുന്നത് വേറൊരു മാരേജ്, വേറൊരു റിലേഷൻഷിപ്സിനൊക്കെ. അപ്പം ചിലപ്പോ കമ്പാറ്റബിൾ ആയിട്ടുള്ള ആളെ കിട്ടും. ചിലപ്പം അവര് ലൈക്ക് ആര് മരിച്ചുപോയ വൈഫ് ഓർ ഹസ്ബൻഡിനെക്കാട്ടിലും കമ്പാറ്റബിൾ ആയിരിക്കും. അപ്പൊ അവര് വിശ്വസിക്കും അതായിരുന്നില്ല, ഇതാണ് എന്റെ സോൾമേറ്റ്. പക്ഷെ സോൾമേറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സോൾമേറ്റ് പ്ലൂറൽ സോൾമേറ്റ്. അതായത് നമ്മള് ഈ ലോകത്തെ 8 ബില്യൺ ആൾക്കാരില് നമ്മള് മോർ ദാൻ 1 ആൾക്കാരായിട്ട് നമ്മൾ പെർഫെക്റ്റ്ലി കമ്പാറ്റബിൾ ആണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ, ഒരു റിലേഷൻഷിപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആകാം. നമ്മള് ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില കോട്ട് കാണില്ലേ, 3 years ഉള്ള ടുഗദർനെസ് ചിലപ്പോ നമുക്ക് ഒരാളോട് 3 months ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ ഈ ഒരു ഐഡിയോളജി ഇതൊക്കെ വെച്ച് ഞാൻ പേഴ്സണലി ഇത് ഫ്രണ്ട്ഷിപ്സിനൊന്നും കൊടുക്കണില്ല, ഈ സോൾമേറ്റ് എന്നുള്ള ടാഗ്. ഞാൻ പേഴ്സണലി ദ വൺ എന്നുള്ള ആ ഒരു ഇതിനെ ഞാൻ അങ്ങനെ കാത്തിക്കാണ്. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. സോൾമേറ്റ്സ് അത് ഞാൻ ഉദ്ദേശിച്ച ഞാനും അങ്ങനെ സോൾമേറ്റ്സ്. ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങനെ റിലേഷൻഷിപ്സ്, പിന്നെ അതേപോലെ സോൾമേറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിക്ക് വന്നാണ്. അതെ, സെമീർ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല. അതെ, അപ്പൊ പെട്ടെന്ന് എനിക്ക് മനസ്സിക്ക് വന്നാണ് എൻ്റെ ക്ലാസ്സിലെ എന്താണ് കഥ. അതെ, അതായത് കോളേജിൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട് ഗ്രേസ് പറഞ്ഞിട്ട്
അപ്പം ഇവള് കാനഡയിൽ എത്തിയിട്ടാണ് ആദ്യമായിട്ട് ലിങ്ക്ഡിൻ ഉണ്ടാക്കുന്നത്. അതെ, ലിങ്ക്ഡിൻ അറിയില്ല. ലിങ്ക്ഡിൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ആണ്, അതായത് പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ, നമ്മുടെ വർക്കിനായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ. ലിങ്ക്ഡിനിൽ നമ്മളെ കരിയർ റിലേറ്റഡ്, വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. പിന്നെ കുറെ ആൾക്കാർ ജോബ് പോസ്റ്റ് ചെയ്യും, ജോബ് ഇല്ലാത്തവർക്ക് അത് സർഫ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഇൻ എ നട്ട്ഷെൽ ലിങ്ക്ഡിൻ എന്ന് വെച്ചാൽ അതാണ്. അപ്പം കാനഡയിലെത്തി ഇവളാരും ജോബ് ഹണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവൾ ആദ്യമായിട്ട് ലിങ്ക്ഡിൻ തുടങ്ങി. അപ്പൊ തന്നെ ഞാൻ അങ്ങനെ ഇപ്പോഴാണ് ലിങ്ക്ഡിൻ തുടങ്ങുന്നത്, കാരണം ഞാനൊക്കെ വെള്ളം ഞാനൊക്കെ മറ്റേ കോളേജ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ലിങ്ക്ഡിൻ ഒക്കെ തുടങ്ങിയാണ്. അപ്പൊ ഇങ്ങനെ ഓക്കെ ലിങ്ക്ഡിൻ തുടങ്ങിയെന്നൊക്കെ. എന്നിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ ഇവളോട് ഇങ്ങനെ എന്തായി ലിങ്ക്ഡിൻ ഒക്കെ തുടങ്ങിയിട്ട് ജോലിയൊക്കെ ആയോ? അതില് ഇവള് പറഞ്ഞ് ജോലി ഒഴിച്ച് ബാക്കിയൊക്കെ അതിലുണ്ട്. അതായത് മറ്റേ കൊറേ ആൾക്കാര് ലിങ്ക്ഡിനിൽ ക്രീപ്പ് ഔട്ട് ചെയ്യാ. ക്യാൻ യു ഇമാജിൻ? അതായത് ലിങ്ക്ഡിൻ ഞാൻ എപ്പോഴും വിചാരിച്ച പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം എന്തായാലും അതില് ഇപ്പം ഈ ചെക്കന്മാര് ഇൻസ്റ്റയിലൊക്കെ സ്ലൈഡ് ചെയ്യുന്ന പോലെ അങ്ങനെ DM കാര്യം ഒന്നും ഉണ്ടാവില്ല, പ്രൊഫഷണലി ആയിരിക്കും എല്ലാം ഹാൻഡിൽ ചെയ്യണത്. എന്നിട്ട് ഇവൾ എനിക്ക് ഫോണിൽ കാണിച്ചു തന്നു ഒരു ലോഡ് ആൾക്കാര് മെസ്സേജ് അയച്ചു. അതിൽ ചിലവരൊക്കെ വൺ ഡയറക്റ്റ് ഹേയ് യു ആർ ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇഗ്നോർ ചെയ്യുമ്പോ ആർ യു ഇഗ്നോറിങ് മീ എന്നൊക്കെ മനസ്സിലായില്ലേ. എന്നിട്ട് പിന്നെ ഇവര് ഭയങ്കര ലൈക്ക് അഗ്രസീവ് ആവുക, കുറച്ച് ഇഗ്നോർ മെസ്സേജ് റിപ്ലൈ ചെയ്യാത്തോ അഗ്രസീവ് ആവുക. ചിലവര് ഇങ്ങനെ ആദ്യം എന്റെ കമ്പനിയിൽ ഞാൻ ജോലി തരില്ല. ചിലവര് ആദ്യം ഇങ്ങനെ ഇവക്ക് ഈ കോളേജിലാണോ പോകണേ, ജോലി നോക്കുന്നുണ്ടോ ഒക്കെ ചോദിക്കും. അപ്പൊ ഇവള് വിചാരിക്കും ലിറ്ററലി ഒരു ആള് ജോലിനെ കുറിച്ച് എനിക്ക് ജോലി തരാൻ ഒരാള് ഇങ്ങോട്ടേക്ക് എന്നുള്ള രീതിയിൽ വിചാരിക്കും. അങ്ങനെ ഒരു ആദ്യം ഇങ്ങനെ ടാക്ടിക്സിൽ ഇങ്ങനെ പോകും, ഇങ്ങനെ ജോലി ഇത് അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ നൈസില് ഇവര് കാനഡയിലായിരിക്കും മിക്ക ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ, അവൈലബിൾ അവേഴ്സ് ഒക്കെ ഏതൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഒരു നൈസില് നമുക്ക് ഒന്ന് ഫുഡ് കഴിക്കാനും പുറത്തേക്ക് പോയാലോ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നൈസിൽ അങ്ങോട്ടാണ് ട്രാൻസിഷൻ. അതെ, ലിങ്ക്ഡിനില് ഞാന് എന്തല്ലേ സംടൈംസ് എനിക്ക് മെൻ കുറിച്ച് ആലോചിക്കുമ്പോ ലജ്ജ തോന്നുന്നു. പക്ഷെ ആണുങ്ങൾക്ക് ഒരിക്കലും ഒരാളും ഇങ്ങനെ ലിങ്ക്ഡിനിലൊക്കെ ജോലി തരാൻ വേണ്ടി ഒന്ന് മെസ്സേജ് അയക്കുന്നത്. ഞാൻ 4-5 കൊല്ലമായിട്ട് ലിങ്ക്ഡിൻ ഉപയോഗിക്കല്ലേ. എനിക്ക് ആകെ വരുന്ന മെസ്സേജ് എന്തായാലും ലിങ്ക്ഡിനിൽ ഓട്ടോമേറ്റഡ് മെസ്സേജ് ഉണ്ട്, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങളെ പ്രൊഫൈൽ കൂടുതൽ എംപ്ലോയേഴ്സിന് കാണും. ആകെ ആ ഒരു മെസ്സേജ് അല്ലാതെ വേറൊരു മെസ്സേജ് എനിക്ക് വന്നില്ല ലിങ്ക്ഡിനിൽ. ഇപ്പൊ ലിങ്ക്ഡിനിലും പല സ്കാമുകളും നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ വിചാരിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കും? ജോലി തപ്പുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വരെ അവർക്ക് ഇനിയിപ്പോ അതിലാരെങ്കിലും ആക്ച്വലി ജോലി കൊടുത്താലോ? എങ്ങനെ? മനസ്സിലായില്ല. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ആക്ച്വലി ജോലി കൊടുക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏതൊരു എംപ്ലോയറും ഇങ്ങനെ എംപ്ലോയീസിനെ തപ്പിയിട്ട് കൊടുക്കും അൺലെസ് ദേ ഹാവ് എ ഗുഡ് പോർട്ട്ഫോളിയോ. ഇപ്പൊ നല്ലൊരു പോർട്ട്ഫോളിയോ ഒക്കെ വെച്ചിട്ട് ഗ്രേസിന്റെ പോർട്ട്ഫോളിയോ എങ്ങനെയാ? ഗ്രേസിന് ആകെ ഒരു DPയും പിന്നെ ഈ കോളേജും ആയതൊക്കെ ഡീറ്റെയിൽസും ഉള്ളൂ, പോർട്ട്ഫോളിയോ ഒന്നും ഇല്ല. പോർട്ട്ഫോളിയോന്റെ പോലും ഇല്ല. അതെ, ഏതായാലും അപ്പൊ ലിങ്ക്ഡിൻ ഒരു സ്കാമാണ്. വേറൊരു സ്കാമായി എനിക്ക് തോന്നുന്ന കാര്യം എന്താ അറിയോ, ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അതങ്ങ് തൊഴിലാക്കി എടുത്തവരുണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും ഒരു സ്കാം പോലെയാ തോന്നാറ്. അത് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. കാരണം എൻ്റെ കോളേജിലൊക്കെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വന്നിരുന്നു, പക്ഷെ മൂപ്പര ക്ലാസ്സൊക്കെ, മൂപ്പര പേര് ഞാൻ മറന്നു, പക്ഷെ മൂപ്പര ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. അതായത് ലിറ്ററലി നമുക്കിങ്ങനെ ഇയാള് കൊള്ളാന്ന് പറഞ്ഞിട്ട്. പിന്നെ മറ്റൊരു തൃശ്ശൂരുള്ള ഒരാളുണ്ടല്ലോ, പക്ഷെ മൂപ്പര് മോട്ടിവേഷണൽ സ്പീക്കർ അല്ല, മൂപ്പര് ഓൺട്രപ്രണർ ആണ്. അതാണ് ഈ മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാനും കുറെ കേൾക്കാറുണ്ട്. നമ്മളും ഇടയ്ക്ക് പോഡ്കാസ്റ്റിൽ ഇങ്ങനെ കുറച്ചൊരു മോട്ടിവേഷൻ ഒക്കെ അന്ന് സ്പീക്ക് ചെയ്യാൻ വന്ന ആളെ ശരിക്കുള്ള പ്രൊഫഷന് എന്തോ ആയിരുന്നു. പിന്നെ ഈ ചില ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ഹാപ്പി വെഡിങ്ങില് സൗബിൻ പറയില്ലേ എന്താ ജോലിക്ക് പോ, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറാണ്. അതായത് എല്ലാവർക്കും ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുക, വാരി കോരി കൊടുക്കുക. പിന്നെ ഞാൻ കേട്ടത് ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ്, സെൽഫ് ഡെവലപ്മെന്റ്, ഈ മെന്റൽ ഹെൽത്ത് അങ്ങനത്തെ ഒക്കെ അതിനെ കുറിച്ച് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ
എനിക്ക് കൂടുതൽ ഡിപ്രസ്ഡ് ആവാറ്. സങ്കടം വരിക. കാരണം ഇവരുടെ ഒരു ടോണും ഇതൊക്കെ പറഞ്ഞ ഒരു സിമ്പതി കലർന്ന സംഭവം സിമ്പതി, പക്ഷെ ഇങ്ങനെ ശോകത്തിലുള്ള ഒരു സംസാരം, ഒരു പോസിറ്റീവ് സംസാരമല്ല. പിന്നെ BGM ഉണ്ടാകും. പൊടച്ചോനെ ഒരാളെ കരയുന്നതിന്റെ പക്കത്ത് എത്തിക്കുന്ന ഒരു BGM. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വൺ സ്കാമേഴ്സ് ആയാൽ തോന്നുന്നത്. അവരായിട്ട് ഒന്ന് ചെയ്തിട്ട് ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വരും. അപ്പൊ അങ്ങനെ കേട്ട് അത് ഞാൻ അങ്ങനെ ഫുൾ ഹാപ്പിയിലാവുമ്പോ ഇവരെ ഈ സാഡ്നെസ് ഓവർകം ചെയ്യാനുള്ള സ്പീച്ച് കേൾക്കുമ്പോ കൂടുതൽ സാഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യല്. അതായത് ജീവിതം അങ്ങനെയാണ്, ജീവിതം എന്ന് പറയുന്ന നൂലാമാലകളാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് എന്നൊക്കെ അങ്ങ്. അതെ, എനിക്ക് PMA ഗഫൂർ ഇവരൊക്കെ പേഴ്സണലി ഭയങ്കര ഡിസ്ലൈക്ക് ഉള്ള, ലൈക്ക് ഇവരെ ആ ഒരു സംസാരം ഇതൊക്കെ കേൾക്കുമ്പോൾ. PMA ഗഫൂറിന്റെ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ അറിയില്ല. അതെ, ഞാൻ കാണിച്ചു തരുന്നത് കഴിഞ്ഞിട്ട് നീ ഒന്ന് പറ. ഞാൻ ഡിപ്രസ്ഡ് ആവോ? അല്ല, ഡിപ്പെൻസ്, അത് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോ എന്തോ ഭയങ്കര സാഡ് ഒരു, അതായത് അത് എനിക്ക് തോന്നുന്നത് ഈ സാഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഓവർകം ചെയ്യാൻ പറയുന്നതിന് പകരം അവർക്കൊരു, നീ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എനിക്ക് കൺസോൾ ചെയ്യുന്ന ഇഷ്ടമല്ലാന്നോ? കൺസോൾ ചെയ്യുന്ന ഇഷ്ടം. അതായത് അവരെങ്ങനെ കൺസോളിംഗ് ആണ് ചെയ്യുന്നത്. ശരി, അതാണ് റൈറ്റ്. ലൈക്ക് ഇവര് മോട്ടിവേഷൻ കൊടുക്കല്ല, ഒരു കൺസോൾ ചെയ്യാണ്. ശരിയാണ്, ജീവിതത്തിൽ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്, you have to lift your face, keep smiling, sometimes life is full of ups and downs. ശരിയാണ്. പക്ഷെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ തൃശ്ശൂർ എന്താ അനീഷ് എന്നല്ല മൂപ്പര് പേര്, മൂപ്പര് സ്കാമറ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തോ പിരമിഡ് സ്കീമാണ്, സ്മാർട്ട് വേ, ആംവേ എന്തൊക്കെയാണ് മൂപ്പരുടെ പേര് എന്നൊക്കെ ഞാൻ മൂപ്പര് ഒറ്റ ക്ലിപ്പ് ഉണ്ടല്ലോ, മൂപ്പര് മറ്റേ റൊണാൾഡോന്റെ മുഹമ്മദ് അലി, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രം കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെ, മൂപ്പര് ആ സ്ലാങ്ങും അതൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ സ്കാമറ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ സ്കാമറ ആണോ അല്ലേന്ന് അറിയില്ല. പക്ഷെ മോട്ടിവേഷന്റെ കാര്യത്തിൽ ഇപ്പൊ അഗ്രഗണ്യനാണ് എന്തൊക്കെ പറഞ്ഞാലും. വേറെ എന്തെങ്കിലും സ്കാം നിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? വേറെ സ്കാം ആലോചിച്ച് നോക്കട്ടെ. നിനക്ക് പണ്ട് നമ്മളെ സ്കൂളില് അബാക്കസ് പഠിക്കാൻ പോയിരുന്ന കുട്ടികളെ ഓർമ്മയുണ്ടോ? മറ്റേ ഇങ്ങനെ കൈ കൊണ്ട് എന്തൊക്കെ ഇങ്ങനെ ആരോ അതിന് പോവാൻ പറഞ്ഞിരുന്നു. ഈ അങ്കൊക്കെ നല്ല സ്കില്ലുള്ളതാ, അബാക്കസ് പഠിച്ചോന്ന് പറഞ്ഞിട്ട്. അബാക്കസ് പഠിച്ചിട്ട് നമ്മൾ ഈ അബാക്കസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവുമല്ലോ, അത് വലിയ മാത്സും ഇതൊക്കെ ഇങ്ങനെ കൂട്ടുന്നത്. അതല്ലാതെ ലൈഫിൽ എവിടെയാ അത് ഉപകാരപ്പെടുക? എനിക്കറിയില്ല. എനിക്ക് അന്നേ അതൊരു യൂസ്ലെസ് സ്കില്ലായി തോന്നിയോണ്ട് ഞാൻ അതിന് വലിയ ചെവി കൊടുക്കാൻ. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അബാക്കസ് പഠിക്കാനൊക്കെ പോയി 3-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലൊക്കെ. അല്ല, ആ ഒരു ടൈമിലാണ് ഇവര് മെയിൻ ആയിട്ട് ഇത് പഠിക്കാൻ. അതെ, വർഷങ്ങളോളം പഠിച്ചിരുന്നു. അബാക്കസിന് എന്തോ ലെവലറ്റ് ഉണ്ട്, അതൊക്കെ പഠിച്ച് വലിയ ലെവലിലൊക്കെ എത്തിയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ ബേസിക് മാത്തും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് വലിയൊരു സംഖ്യ അങ്ങനത്തെ അല്ലാതെ നമ്മുടെ എവറി ഡേ ലൈഫിൽ നമുക്ക് എവിടെയും വേറൊരു വലിയ സംഖ്യ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ വന്നാൽ തന്നെ കാൽക്കുലേറ്റർ ഉണ്ട്. ഇത്ര നമ്മള് ആൾക്കാർ പറയും, പക്ഷെ കാൽക്കുലേറ്ററിൽ എപ്പോഴും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുമോന്ന്. അപ്പോൾ ഞാൻ നിന്നോട് പറയാണ്, ഒരു 3 സെക്കൻഡോട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുന്നതാണോ 3 വർഷം അബാക്കസ് പഠിക്കുന്നതാണോ ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ്? അല്ലേ? ശരിയാണ്. ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഏതാ? അതെ, ലൈക്ക് ഇപ്പം ഒരു കാര്യമാണെങ്കില് നമ്മൾ എല്ലായിടത്തേക്കും മൊബൈൽ എടുക്കണം. എല്ലാ മൊബൈലും ഇൻബിൽറ്റ് ആയിട്ട് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോ ശരിയാണ്, അബാക്കസ് പഠിച്ചവരൊക്കെ ലൂസേഴ്സ്. ആ സമയം നിങ്ങൾക്ക് നഷ്ടമായി മക്കളെ. ഇത് കേൾക്കുന്ന അറിയില്ല, അബാക്കസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത് എവിടെയാണ് ഉപകാരപ്പെട്ടതെന്നൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് തരുന്നെങ്കിൽ. അതെ, മറ്റേ എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ അബാക്കസിന്റെ ആ ഒരു വീഡിയോ ഇറങ്ങിയ ടൈമിൽ ഒരു ചങ്ങായി ഇങ്ങനെ വാട്ട്സ് 1 + 1 3. അതെ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, ഇത് സ്കാം അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഈ ചില റെസ്റ്റോറൻറ്റ്സിൽ നമ്മളങ്ങ് പോകുമ്പോൾ ആൾക്കാരോട് മെനു തരുമെന്ന് പറയുമ്പോൾ അവര് എന്താ ഇവിടെ ടേബിൾ QR കോഡ് സ്കാൻ ചെയ്തു. ഇന്നോവേഷൻ ദാറ്റ് നോബഡി ആസ്ക്ഡ് ഫോർ. അതെ, ലിറ്ററലി കയ്യെന്ന് ലിറ്ററലി വി കാൻ ഓൾ അഗ്രി.
ഭയങ്കര ഇൻകൺവീനിയന്റ്. കാരണം ഇത് ഐഫോണില് കുഴപ്പമില്ല, ലൈക്ക് ക്യാമറയില് സ്കാൻ ക്ലിക്ക് ചെയ്താ. ആൻഡ്രോയിഡിൽ എനിക്ക് ഓർമ്മയുണ്ട് ഗൂഗിൾ ലെൻസ് ഒക്കെ എടുത്തത് സ്കാൻ ചെയ്താലേ ലിങ്ക് വരുള്ളൂ. പിന്നെ ഈ ലിങ്ക് പോയി ഇത് ലോഡ് ആവാനുള്ള ടൈം, പിന്നെ വരെ മെനു സോർട്ട് ചെയ്യാൻ സ്ക്രോൾ ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണം. ബുക്ക് ആണെങ്കിൽ വേഗം ഹെഡിങ്സ്. നമ്മളെടുത്ത് മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ പെട്ടു മെനു കാണാൻ പറ്റൂല. അല്ല, ചില QR ഒക്കെ ഓഫ്ലൈൻ ആയിട്ട് വെക്കാറുണ്ട് മെനു. പക്ഷെ അതല്ല ഇവിടുത്തെ പോയിന്റ് ആണ്. ബുക്ക് ആണെങ്കിൽ ഇപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് നമ്മള് മറ്റേ രാജാ ചെട്ടിനാട് പറഞ്ഞ റെസ്റ്റോറന്റ് പോയി. ഞാനും സെമീറും പിന്നെ ദോശ കഴിക്കാൻ മൂടായിട്ട് ഞാൻ ദോശ കഴിച്ചിട്ട് വർഷങ്ങളായി. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു ദോശക്ക് ഒരു ഷവർമന്റെയോ ഒരു ഷവർമ റൈസ് ബോളിന്റെ ഒക്കെ ഒരു പ്രൈസ് ഉണ്ട് ഒരു ദോശക്ക്. അപ്പൊ ഞാൻ മസാല ദോശക്ക് അപ്പൊ എങ്ങനൊക്കെ വന്നാലും എന്റെ അബാക്കസ് കാൽക്കുലേഷനിൽ അതങ്ങ് ടാലി ആകില്ല. അപ്പൊ ഞാൻ ഒരിക്കലും ദോശ പോയി വാങ്ങിക്കില്ല, ഞാൻ എപ്പോഴും ഷവർമ വാങ്ങിക്കാം. ഞാൻ എന്താന്ന് വെച്ചാല്, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 4 മാസമായിട്ടുള്ളൂ. ഇവരെല്ലാരും വീട്ടിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ദോശ കഴിക്കാൻ പോകാറുണ്ട്. ഞാനൊരു കമ്പനിക്ക് അങ്ങ് പോയതല്ല ദോശ കഴിക്കാറിന്. അവിടെ എത്തി മെനു ഒക്കെ നോക്കിയപ്പോ ബിരിയാണിയും. ഞാൻ പറയാ, ഞാനും സെമീർ അവിടെ എത്തി. ഞങ്ങളുടെ കൂടെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങൾ എല്ലാരും ഇരിക്കുക. അങ്ങനെ എല്ലാരും ദോശ വാങ്ങാൻ എത്തിയത്. കുറച്ച് കഴിഞ്ഞപ്പോ ഓരോരുത്തരും കാല് മാറാൻ തുടങ്ങി. ഡിഷ് ഇങ്ങനെ മെനു ഇങ്ങനെ ഞാൻ മസാല ദോശക്ക് മൂടായി നിൽക്കുക. വെയിട്രസ് വന്നു, വെയിട്രസിനോട് ഓർഡർ ചെയ്യാൻ വന്നപ്പം നമ്മളിങ്ങനെ ഓർഡർ ചെയ്യാൻ നിൽക്കുക. എല്ലാവരും ഇങ്ങനെ മസാല ദോശ എന്ന് പറയാൻ നിൽക്കുക. അപ്പൊ ഉണ്ട് ഒരാൾ കൈ നോക്കിയിട്ട് എനിക്ക് ചിക്കൻ ബിരിയാണി. മറ്റേ KGF-ലെ ആരാ പോലീസുകാരനെ അടിക്കാന്ന് പറയുമ്പോ ആ ക്രൗഡിന്റെ ഇടയിൽ ഒരാൾ കൈ നോക്കിയിട്ട് ചിക്കൻ ബിരിയാണി. അപ്പൊ തന്നെ എന്റെ നെഞ്ചത്ത് ഒരു ബുള്ളറ്റ് കൊണ്ട ഫീൽ എനിക്ക് വന്നു. ഞാൻ അങ്ങനെ നോക്കിയപ്പോ എന്റെ ഒരു ഫ്രണ്ട്. അപ്പൊ പിന്നെ വേറെ ആള് കൈ നോക്കിയിട്ട് എനിക്ക് ചെമ്മീൻ ബിരിയാണി. അടുത്ത ബുള്ളറ്റ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ നിന്നപ്പോ പിന്നെ ചില്ലി ചിക്കൻ ആയി, അതായി ഇതായി. മൂന്നാമത് ഒരാൾ കൈ നോക്കിയിട്ട് എനിക്കൊരു ചിക്കൻ ബിരിയാണി. ഞാനിങ്ങനെ നോക്കിയപ്പോ ഉണ്ട് സെമീർ റോഷൻ. ഞാൻ സെമീർ നോക്കിയിട്ട് യൂട്യൂബ് ബ്രൂട്ടസ്. എന്നിട്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട് മാത്രം അന്ന് മസാല ദോശ ഓർഡർ ചെയ്തത്. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞു വന്ന സ്റ്റോറി എന്താ വെച്ചാൽ, അന്ന് നമ്മൾ മെനു ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവർ നമ്മളോട് തന്നെ QR കോഡ് സ്കാൻ ചെയ്തു. നമ്മൾ സത്യത്തിൽ അന്ന് മസാല ദോശ കഴിക്കാൻ പോയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ടൈം ഒന്നെങ്കിൽ കുറേ ആൾക്കാർ ഫോണിൽ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ TV-യിൽ ഗെയിം കളിക്കുന്നു, അല്ലെങ്കിൽ TV-യിൽ സിനിമ കാണുന്നു, അല്ലെങ്കിൽ ഞാൻ ലാപ്ടോപ്പിൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നു, പോഡ്കാസ്റ്റ് ഇങ്ങനെ. അത് ഫുൾ ടൈം നമ്മൾ ഗ്ലൂ ടു ദ സ്ക്രീനാണ്. അപ്പൊ ഇതൊന്നൊരു ബ്രേക്ക് ആവുമല്ലോ, ആൾക്കാരൊക്കെ ഒന്ന് സംസാരിക്കുക, ഡിവൈസസ് എന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക, ഫോണൊന്നും എടുക്കാതെ നിൽക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു മസാല ദോശന്റെ പുറത്ത് അല്ലെങ്കിൽ സെമീർ ഒരു ചിക്കൻ ബിരിയാണീന്റെ പുറത്ത് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് ഇവരോട് മെനു ചോദിച്ചപ്പോൾ ഇവരാ ഫോൺ എടുത്തിട്ട് ഈ QR കോഡ് അങ്ങ് സ്കാൻ ചെയ്യാൻ. QR കോഡ് സ്കാൻ ചെയ്തിട്ട് ബിരിയാണിന്റെ സെക്ഷൻക്ക് അങ്ങോട്ട് എത്തണില്ല. സ്ക്രോൾ ചെയ്ത് ഇതാണ് മസാല ദോശ പിന്നെ കുറച്ച് മുന്നിലുണ്ട്. ഇതാണെങ്കിൽ എല്ലാം വായിക്കും വേണം, കാരണം മിസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് ഓരോട് ബുക്ക് വായിച്ച്, അപ്പൊ ബുക്ക് ഒരു കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അല്ല, ഇവരോട് നമ്മള് ഞാൻ എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളുടെ അടുത്ത് പേപ്പറിലുള്ള മെനു ഇല്ലേ എന്നാണ്. അപ്പൊ അവർ ഓക്കെ കൊണ്ടുവന്നേരായിരുന്നു. അങ്ങനെ ഒരു ബുക്കില് മെനു കൊണ്ടുവന്നു. എന്നിട്ട് അവരെന്നോട് പറയാം ഇതിൽ കുറെ പ്രൈസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞേ, ഒരു മെനു അല്ല, ഒരു റെസ്റ്റോറന്റിന് ആകെ രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്ന് നല്ല കസ്റ്റമർ സർവീസ്, ഒന്ന് നല്ല ഫുഡ്. ഈ നല്ല കസ്റ്റമർ സർവീസിൽ പറഞ്ഞതാണ് മെനു ബേസിക്. എനിക്ക് ചെയ്യാ, ചിലർക്കൊന്നും റെസ്റ്റോറന്റ് റൺ ചെയ്യാൻ അറിയില്ല. എന്നിട്ട് പിന്നെ സെമീറിന്റെയും കുറെ ഡിഡക്ഷൻസ്, അതായത് ഞാൻ ഫേസ് ചെയ്യുന്ന സൈഡില് TV ഉണ്ടായിരുന്നു. അതെ, കാരണം നമ്മള് ഈ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാണ്ടാവും ഒരു സൈഡിലായിരിക്കും TV ഉണ്ടാവുക. അപ്പം ഞാൻ വളരെ അപൂർവമായിട്ട് പല സ്ഥലങ്ങളിലാണ് കണ്ടിട്ടുള്ളൂ 2 സൈഡിൽ TV വെക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ടേബിളിന്റെ 2 സൈഡിലുള്ള ആൾക്കാർക്കും TV കാണാൻ പറ്റും. ഇതെന്താ ഇത്, ഞാൻ ജയാനോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ജയ അങ്ങനെ TV-യിൽ നോക്കും. അപ്പൊ ഇവന്റെ നോക്കണ കാണുമ്പോ ഞാനും തന്നെ ഇങ്ങനെ പിന്നെ 2 സത്യം പറയാലോ, അടിപൊളി പ്ലേലിസ്റ്റ് ആയിരുന്നു. ഞാൻ TV ഒന്നും നോക്കരുത് വിചാരിച്ചാണ് ഈ റെസ്റ്റോറന്റിലേക്ക് വന്നത്. അർജിത് സിംഗിന്റെ ഒക്കെ പല പാട്ടുകളും വന്നപ്പോ ഞാൻ തന്നെ വീഡിയോസ് മ്യൂസിക് വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കാണാത്തുണ്ടായിരുന്നു. പക്ഷെ അതും ഒരു ഇൻകൺവീനിയൻസ് ആണ് റെസ്റ്റോറന്റ്. ഒന്നെങ്കിൽ TV ഇല്ലാതെ വെക്കുക. കാരണം ഐ വുഡ് പ്രിഫർ ജസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. TVന്റെ ഒന്നും ആവശ്യമില്ല ഒരു റെസ്റ്റോറൻറ്റില്.
രണ്ട് നഞ്ഞ് ടി വി വെക്കണം എന്ന് അത്ര ഇതുണ്ടെങ്കിൽ ഒരു 2 or 3 ടി വി ഒക്കെ പല ആംഗിളിലായിട്ട് വെക്കുക, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതി. അറ്റ്ലീസ്റ്റ് ഒരു മിററെങ്കിലും. മിറർ വെച്ചാലും ഒരു ഇടങ്ങേറാണ്, കാരണം മിറർ വേർഷൻ ആവലും പിന്നെ ഇടങ്ങേറാണോ? അല്ല, ടി വി വെച്ചോളൂ, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അസറ്റ്സിലായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് ഇതാക്കിയ ടാക്സും ഡിഡക്ട് ചെയ്യാം. കൊമേഴ്സ് സ്റ്റുഡന്റ് റൈറ്റ് ദേർ. അതെ, കാരണം അതൊന്നും ലൈക്ക് ഇവർക്ക് മോർ ദ അസറ്റ്സ് എന്ന് വെച്ചാൽ ഇവർക്ക് അത്രയും ലൂപ്പ് ഹോൾസ് ആണ്. അതെ അതെ ശരിയാ, നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. അതെ, ഈ പോഡ്കാസ്റ്റ് വേണം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാന്. എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമുണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ ആയ ടൈമില് നമ്മളെല്ലാരും ചെറിയ പിള്ളേരാണ്, എല്ലാരും തമാശയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അന്ന് മറ്റേ ഈ നമ്മള് നാഷണൽ ആന്തം വരുമല്ലോ, നാഷണൽ ആന്തം വരുമ്പോ മറ്റേ തവ ശുഭനാമേ ജാന്ന് കഴിഞ്ഞിട്ട് ജാഗേന്നാണല്ലോ, ജാന്ന് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാരും കൂടി ജാഗേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗേ എന്നുള്ളത് എംഫസൈസ് ചെയ്ത് ഒരു ഫണ്ണി രീതിയിൽ ആക്കലുണ്ട് നമ്മളെ സ്കൂളില്. അറിയാത്ത പോലെ പിള്ളേർ അങ്ങനെ ചെയ്തിരുന്നോ? അപ്പം ഞാൻ പേഴ്സണലി ഈ സംഭവം ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഉള്ള ഒരു പേട്രിയോട്ടിസം കാരണം അതായത് നാഷണൽ സെമീറിന്റെ ഉള്ളിലെ രക്തങ്ങളിൽ ഓടുന്നത്. അതായത് നാഷണൽ ആന്തം റെസ്പെക്ട് ചെയ്യണം, പിന്നെ കൊടി മടക്കണ രീതി ഉണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടായിരുന്നു ഞാൻ വളർന്നത്. അപ്പൊ എന്റെ മനസ്സിൽ അത് പേട്രിയോട്ടിസം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സിനോടൊക്കെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്, എന്തിനാ അങ്ങനെ ചെയ്യണത്, നാഷണൽ ആന്തം അല്ലേന്ന്. പക്ഷെ ഒരു മൈൻഡ് ആക്കാനോ നിൽക്കില്ല, ഒരു കാര്യമില്ല. ഓക്കെ, അങ്ങനെ അത് ഒരു മാറ്റമില്ല. അതായത് നാഷണൽ ആന്തത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് ഞാൻ വീട്ടില് എന്റെ സ്വന്തം റൂമില് ഞാനൊരു സിനിമ കാണുക, ഞാൻ അന്ന് 7ോ 6ോ അങ്ങനെ എന്തോ ആണ്, സിനിമ കാണുമ്പോ സിനിമയിലൊരു നാഷണൽ ആന്തം വന്ന്, നാഷണൽ ആന്തത്തിൽ നമ്മൾ എണീച്ച് കിടന്നാണല്ലോ, സിനിമ കാണുന്നിടത്ത് ഞാൻ എണീച്ചെന്ന് മനുഷ്യരാ. അത്രക്കും ഒരു ഇഷ്ടം, ഒരു പേട്രിയോട്ടിസം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഇപ്പൊ കേരളത്തിൽ നിലവിലില്ല, പക്ഷെ നോർത്ത് ആ ഭാഗത്തേക്കൊക്കെ പോയി എപ്പോഴും കാണും ഈ തിയേറ്റേഴ്സിൽ പടം തുടങ്ങണതിന്റെ മുന്നേ നാഷണൽ ആന്തം ഇടുന്നത്. അതെനിക്ക് ആവശ്യം ഭയങ്കര ഒരു പേട്രിയോട്ടിസം ദാറ്റ് നോ വൺ ആസ്ക്ഡ് ഫോർ എന്നൊക്കെ ഉള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതായത് കേരളത്തിൽ ഉണ്ടായിരുന്നു ആദ്യം അത്, പിന്നെ ഇതേപോലത്തെ ചർച്ചകളും സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഗവൺമെന്റിന് മനസ്സിലായി, അതായത് ഒരു പടത്തിന്റെ മുന്നേ നാഷണൽ ആന്തം തൊട്ട് തിയേറ്ററിൽ എല്ലാവരും ഇങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ളത്. അപ്പം കേരളത്തിൽ അതിന്റേതായ ഒരു സ്ഥലവും കാര്യവും സമയമൊക്കെ അല്ലേ. അതെ, കേരളത്തെ ഒഴിവാക്കി ബാക്കിയുള്ള സ്റ്റേറ്റ്സ് ഒന്നും അറിയില്ല, പക്ഷെ നോർത്ത് അവിടെയൊക്കെ ഇത് ഭയങ്കരമായിട്ടുണ്ട്. അതായത് പടത്തിന്റെ മുമ്പ് നാഷണൽ അങ്ങോട്ട് എല്ലാവരും എണീച്ചിക്കും, അങ്ങോട്ട് ചിലവരും അല്പം എണീച്ചിക്കൂല. അപ്പം എല്ലാവരും ഓനൊരു നോട്ടായിരിക്കും, ചിലവർ കയ്യില് പോപ്കോണും ജ്യൂസും ഡ്രിങ്കും കുട്ടികളൊക്കെ ആയിട്ട് അതൊക്കെ വെച്ച് എണീക്കണം. ഭയങ്കര ഒരു ഇൻകൺവീനിയൻസ്. കയ്യിലൊരു പോപ്കോണും കോളയും. ശരിയാ, ഭയങ്കര ഒരു സംഭവം മാറേണ്ട സമയമായി എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നാട്ടില്. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. പിന്നെ വേറെ എന്നാൽ ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊന്ന് പറയാം. നീ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയണം. നമ്മൾ പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ എങ്ങനെയായിരുന്നു, അവിടെ ഫുള്ള് കാഷ്യേഴ്സ് ആയിരുന്നു, ക്യാഷ് രജിസ്റ്റേഴ്സ് ആയിരുന്നു. ഇവിടെ ഇപ്പൊ ഫുള്ള് സെൽഫ് ചെക്ക്ഔട്ട്സ് ആണ്. ഇവിടെ കാനഡയിൽ ഫുള്ള് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് നമ്മൾ ബാർകോഡൊക്കെ നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ പേ ചെയ്ത് നമ്മൾ ഇറങ്ങി പോകുക. അതാണ് എപ്പോഴും ഉണ്ടാവുക. കാഷ്യറിന്റെ സ്റ്റോൾസ് കുറേ ഉണ്ടാകും, 4-5 ഒക്കെ ഉണ്ടാകും, പക്ഷെ അതിൽ ഒന്നൊക്കെ വർക്കിംഗ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഫുള്ള് സെൽഫ് ചെക്ക്ഔട്ട് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇതിന്റെ റീസൺ ഇവരെന്താ പറയാന്ന് വെച്ചാൽ, ഇവർക്ക് ലേബർ കോസ്റ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാനാണ്. അത്രയും ആൾക്കാരെ ഹയർ ചെയ്യണ്ടല്ലോ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, ഓക്കെ ഇവരുടെ എക്സ്പെൻസ് കുറച്ചാല് സാധനങ്ങളുടെയും എക്സ്പെൻസ് കുറയുന്നു. പക്ഷെ അത് സംഭവിക്കൂല. അപ്പൊ കാലം പോകുന്തോറും ഈ കാഷ്യേഴ്സ് കുറഞ്ഞു വരികയാണ്, സെൽഫ് ചെക്ക്ഔട്ട്സ് കൂടി വരികയാണ്. അപ്പൊ അതിന്റെ അടുത്ത് ലേബർ കുറഞ്ഞു വരികയാണ്. പക്ഷെ സാധനങ്ങളുടെ വില കൂടി വരികയാണ്, ഇൻഫ്ലേഷനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ചാല് ജോലിക്കാർ തോൽക്കാണ്. കാരണം അവര് ലെസ് ആൾക്കാരെ ഹയർ ചെയ്യുന്നുള്ളൂ. കസ്റ്റമേഴ്സ് തോൽക്കാണ്. കാരണം അവർക്ക് ഇൻകൺവീനിയൻസ് ആണ് ഈ സെൽഫ് ചെക്കൗട്ട് ആണ് നമ്മളെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അവരെന്നെ ഫുള്ള് സ്കാൻ ചെയ്തിട്ട് നമ്മൾ പേ ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നതുകൊണ്ട് വീണ്ടും കസ്റ്റമേഴ്സ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോർപ്പറേറ്റുകൾ
കോർപ്പറേറ്റ് ബൂർഷാകൾ ബൂർഷാകൾ അവര് ജയിക്കുകയാണ്. അവരാണ് ഇങ്ങനെ ദ റിച്ച് കീപ് ഗെറ്റിംഗ് റിച്ചർ എന്ന് പറഞ്ഞ പോലെ കോവിഡിന്റെ ടൈം ആയപ്പോഴും അവര് എത്രയോ ബില്യൺസും മില്യൺസ് ഓഫ് ഡോളേഴ്സും അവര് പ്രോഫിറ്റില്. അതെ, ശരിയാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് സെൽഫ് ചെക്കൗട്ടോ. അതായത് ഇങ്ങനെ സ്കാൻ എടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ, എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് നമ്മളുടെ ആ ഒരു പുതുമ പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, എനിക്ക് എപ്പോഴും സെൽഫ് ചെക്കൗട്ട് കാണുമ്പോൾ കോർപ്പറേറ്റ് ബൂർഷകളെയാണ് എനിക്ക് അല്ല, ഞാൻ സെൽഫ് ചെക്കൗട്ട് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് എടുത്തത്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ മാറുമെന്ന് അറിയില്ല. അതെ, ഞാനിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. അതെ, പക്ഷെ ഞാൻ ഇപ്പൊ അടുത്ത് വിക്കിപീഡിയ സെർച്ച് ചെയ്യാമല്ലോ. വിക്കിപീഡിയ ഒന്നും പണ്ടൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് കുറെ വിക്കിപീഡിയ പോയി നോക്കലുണ്ടായിരുന്നു. അതെ, അന്നത്തെ ഒരു ChatGPT ആയിരുന്നു വിക്കിപീഡിയ. അന്നത്തെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അതാണല്ലോ. പക്ഷെ ഇപ്പൊ അടുത്തൊന്നും വിക്കിപീഡിയ എടുക്കേണ്ട ആവശ്യമേ വന്നില്ല. അപ്പൊ എന്റെ അവസാന കാലങ്ങളായപ്പോ തന്നെ ഞാൻ വിക്കിപീഡിയ എടുക്കുമ്പോഴേ അവർ ചോദിക്കും, വിക്കിപീഡിയ അഡ്വർടൈസേഴ്സ് ഒന്നും ഇല്ലാതെയാണ് ജീവിച്ചു പോകുന്നത്, വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് ഡൊണേഷൻസ് ചോദിക്കാൻ തുടങ്ങും. വിക്കിപീഡിയ ലോസിലാണ്, ഇങ്ങനെയാണെങ്കിൽ വിക്കിപീഡിയ 2040 പൂട്ടിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഫുള്ള് സങ്കടം പറിച്ചില്ല. അപ്പൊ ഞാൻ അന്ന് ഞാൻ ലാസ്റ്റ് ആയിട്ട് വിക്കിപീഡിയ ഒക്കെ യൂസ് ചെയ്ത ടൈമിൽ ഇങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ കുറേ കാലത്തിന് ശേഷം ഞാൻ വിക്കിപീഡിയ പഠിച്ചു തുടങ്ങും. അപ്പോഴും ഇവർ ഇതേപോലെ സെയിം പോലെ ഒരു $2.5 ഡൊണേഷൻ തരുമോ, ഞങ്ങൾ അഡ്വർടൈസിങ് ഒന്നും ഇല്ലാതെയാണ് ജീവിച്ചു പോകുന്നത്, ഇങ്ങനെയാണെങ്കിൽ വിക്കിപീഡിയ പൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിച്ച്, വർഷം കുറയല്ലേ, ഇവരിപ്പോഴും ഇതേ സ്ഥലത്താണോ, ഇവർക്ക് ഇപ്പോഴും ഇതിനൊരു വഴി കണ്ടെത്തി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു വിക്കിപീഡിയയിൽ ഒരു പേജ് ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുക വിചാരിച്ചോ. അപ്പൊ അതിന് റിലവന്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഒരു ചെറിയ കോളത്തിൽ ഒരു ആഡ്സ്, ഒരു $2.5 ഇവർ ചോദിക്കുന്ന ഡൊണേഷൻ, വളരെ ചെറിയ എമൗണ്ടാ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബാനർ പോലെ ചെറിയൊരു പരസ്യം വന്ന് വിചാരിച്ചാൽ എന്താ പ്രശ്നം? അവർക്ക് സംഭവം എന്താ വെച്ചാൽ ഓരോ ഓൾറെഡി ആ ബ്രാൻഡിൽ അങ്ങോട്ട് പെട്ടുപോയി. അഡ്വർടൈസേഴ്സ് ഒന്നും ചെയ്യില്ല, ഇവർ ഇത്രയും കാലം അഡ്വർടൈസ്മെന്റ്സ് ചെയ്യണില്ല, ഞങ്ങള് അഡ്വർടൈസ്മെന്റ്സിലൂടെ അല്ല നമ്മളിത് റൺ ചെയ്യണത്, നമ്മുടെ അവർക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റാത്ത അതിരി. എന്നിട്ട് ഇങ്ങനെ ഇറക്കുക ആൾക്കാരോട് $2.5 വെച്ചിട്ട് കുറെ കാലം. അതിനൊക്കെ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ഒരു അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ കൊണ്ടുനടക്കുക. ഇന്നേ വരെ ആരോട് ഒരു പൈസ ചോദിച്ചില്ല, ഞാൻ ഇത് ചെയ്തോളാം, ഞാൻ മരിക്കുന്ന വരെ ഇത് ഇങ്ങനെ തന്നെ ആകും അങ്ങ് ഉറപ്പ് പറയുന്നത്. അതും ലേബറിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വളരെ തുച്ഛമായ പൈസക്ക് സെല് ചെയ്യുന്നു. അതെ, സന്തോഷ് കുളങ്ങരക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു TV ചാനല് 24 hours പോലെ കൊണ്ടുനടക്കാൻ പറ്റും. പല രാജ്യത്ത് ഇതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്നെങ്കിൽ വിക്കിപീഡിയക്കാണ് ഒരു ചെറിയ വെബ്സൈറ്റ് അല്ല, വലിയ വെബ്സൈറ്റ്. പക്ഷെ എന്നാലും വെബ്സൈറ്റ് അല്ല, ട്രാവലിങ്ങും ഹൈ പ്രൊഡക്ഷൻ ക്വാളിറ്റി മീഡിയ കമ്പനി, മീഡിയ ഷോസ് ഒന്നും അല്ലല്ലോ അവര്. ഏറിപ്പോയ കുറച്ച് 100 കോണ്ടന്റ് റൈറ്റേഴ്സ്. അതും വിക്കിപീഡിയയിലെ കോണ്ടന്റ് ആൾക്കാർ സ്വയം കോൺട്രിബ്യൂട്ട് ചെയ്യല്ലേ? ആണോ? നമുക്ക് എഡിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ഒക്കെ ചെയ്യാം. അതെനിക്കറിയാം, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിക്കിപീഡിയയിലെ ഇൻഫർമേഷൻ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പെൻസ് അവർക്കില്ല. എന്നിട്ടാണ് എനിക്ക് കണ്ടപ്പോ ഇങ്ങനെ ദയനീയം എന്നുള്ള കാലൊക്കെ തോന്നി. ശരിയാ, പണ്ടൊക്കെ എത്ര ഉപയോഗിച്ചുണ്ട് വിക്കിപീഡിയ ഒരു ഗോഡേനല്ലേ പണ്ട്. ഇപ്പൊ പിന്നെ AI ഒക്കെ വന്ന്, ആരെങ്കിലും വിചാരിച്ച അന്നൊക്കെ ഇങ്ങനെ ഒരു AI പോലത്തെ ഒരു ടൂളൊക്കെ വന്ന് ഇതങ്ങ് റീപ്ലേസ് ആകുമെന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഫേസ്ബുക്കും റെയ്ബാനും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിന്റെ സ്മാർട്ട് ഗ്ലാസസ് അറിയാം നിങ്ങൾക്ക്? അതില് AI സാമിർ ആൻഡ് കോളിൻ ആൻഡ് സമീർ എഴുതുക അങ്ങനെ. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഫേസ്ബുക്കും റെയ്ബാനും കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സ്മാർട്ട് ഗ്ലാസ് ഇറക്കി. ഈ സ്മാർട്ട് ഗ്ലാസ്സിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെയ്ബാന്റെ സാധാ ഗ്ലാസ്, പക്ഷെ അതിന്റെ സൈഡിൽ ക്യാമറ ഉണ്ട്. പക്ഷെ വേർട്ടിക്കൽ വീഡിയോ ആണ് ഇവരെടുക്കുക. എന്നിട്ട് അതിലൊരു ബട്ടൺ നെക്കിയാൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു LED ലൈറ്റ് കത്തും. അതിന്റെ അർത്ഥം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാ. എന്നിട്ട് നമ്മൾ ഒരു POV പോയിന്റ് ഓഫ് വ്യൂ സ്റ്റൈൽ വീഡിയോ ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളി വീഡിയോ ക്വാളിറ്റി. ഇവര് ഫസ്റ്റ് വേർഷൻ ഇറക്കിയപ്പോൾ വീഡിയോ തീരെ ക്വാളിറ്റിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ സെറ്റ് സാധനം വ്ളോഗൊക്കെ ചെയ്യാൻ പെർഫെക്റ്റ്. അതെ, കാരണം കുറേ സ്ഥലത്ത് ഞാൻ ഈ കുറേ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഹലോ ഗായ്സ്, ഞാൻ കാർത്തിക് സൂര്യനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ വേറെയുള്ള ആൾക്കാരെയൊക്കെ പൊതുവെ വ്ളോഗേഴ്സ് ഈ പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കിൽ അങ്ങ് കോമാളിയാവുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഞാനും വ്ളോഗ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് പബ്ലിക്കിൽ
എൻ്റെ ഒരു ഡിഗ്നിറ്റി സെൽഫ് റെസ്പെക്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ താല്പര്യമില്ല. ഈവൻ ഞാൻ ഒരു കടയിൽ പോകുമ്പോൾ അപ്പോൾ ഇടയ്ക്ക് ഷവർമ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തുകൊണ്ടൊക്കെയാണെങ്കിൽ ഈ ഒരു ബിറ്റ് വ്ളോഗിൽ നൈസ് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർ ഉണ്ടാക്കുന്ന ആൾ എന്നെ ഇങ്ങനെ നോക്കിയാൽ ഞാൻ വ്ളോഗ് അങ്ങ് എടുത്ത് വെക്കും. അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട, അവർക്കൊരു ഇൻകൺവീനിയൻസ് ഉണ്ട്, അവർക്കൊരു ഓക്വേർഡ് ഫീലിംഗ് വേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ക്യാമറ വെച്ച് പിന്നെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർക്കൊരു ഇതാണ്. അപ്പോൾ ഈ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ, ഈ ഒരു കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബട്ടൺ നിൽക്കിയാൽ പൊതുവെ ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ട് വീഡിയോ എടുക്കുന്ന പോലെ. ഗ്ലാസ് ആണെങ്കിലും നല്ല ലുക്ക്. അതെ, റേബാന്റെ ഏറ്റവും പോപ്പുലർ മോഡലിന്റെ അതേ ഡിസൈനിലാണ് സംഭവം, സെറ്റാണ്. അതിന് മറ്റേ കണ്ണട വെക്കാനുള്ള ഒരു കേസ് ഉണ്ട്, ആ കേസിൽ വെച്ചാൽ ഈ ഗ്ലാസ് ചാർജ് ആകും. സംഭവം ഫുള്ള് സെറ്റാണ്. ആകെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ ഇതാണ്, ഈ വെർട്ടിക്കൽ ആയിട്ടാണ് വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണല്ലോ വ്ളോഗ് ചെയ്യുക, ഇത് വെർട്ടിക്കൽ ആയിട്ടാണ്. ഇപ്പം ഫുൾ വെർട്ടിക്കൽ വീഡിയോസ് ആണല്ലോ സെല് ചെയ്യുന്നത്. റീൽസും ഷോർട്സും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആണ്. അപ്പൊ അവര് ഇതില് AI എന്നിട്ട് അതിൽ സ്പീക്കറും ഉണ്ട്. ഈ സ്പീക്കർ വെച്ചാൽ നമുക്ക് ഇങ്ങനെ മ്യൂസിക് കേൾക്കാം, അതൊക്കെ കേൾക്കാൻ പറ്റും. അതായത് ഈ കാലില്ലേ, കണ്ണടന്റെ കാല്, അതിലൂടെ അത് ഞാൻ കണ്ടാണ്. ബോസിന്റെ ഒക്കെ ഇതിലുണ്ട്. എന്റെ ഫ്രണ്ട് ആഷിക്കില്ലേ, ഓന്റെ അടുത്തുണ്ട് അത്. പക്ഷെ അത് പുറത്തേക്ക് കേൾക്കും, പക്ഷെ ഇത് അധികം കേൾക്കില്ല എന്നല്ല, ചെറുങ്ങനെ കേൾക്കില്ല. അപ്പൊ അങ്ങനെ അതിൽ അതൊരു പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നതാണ് ഈ AI ഫീച്ചർ. അതായത് നമ്മുടെ ക്യാമറയിൽ എന്താ കാണുന്നത്, എന്നിട്ട് നമുക്ക് ഈ AI-നോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ഇപ്പൊ എന്താ കാണുന്നത്, എങ്ങനെ ഡയറക്ഷൻസ്, അതൊക്കെ AI നമ്മളോട് ഇങ്ങനെ പറയും. അയൺമാന്റെ ഒക്കെ ജാർവിസ് ഒക്കെ ഉള്ള പോലെ. പക്ഷെ അത് നല്ലതാണ് ഫീച്ചർ. പക്ഷെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഫേസ്ബുക്കിന് ഒരു വിശ്വാസവും ഇല്ല. ശരിയാ, ഡേറ്റാ ബ്രീച്ചിന്റെ കിങ്ങാണ്, പഠിച്ച കള്ളന്മാരാണ് ഫേസ്ബുക്ക്. ശരിയാ, മെറ്റ എന്നാ ചേറ്റ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മൾ കോണ്ടാക്ട്സ് ഇൻഫർമേഷൻ, നമ്മുടെ ഫോട്ടോ ഗാലറി എല്ലാം ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മെറ്റ. അപ്പം മെറ്റയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞോണ്ട് ആരും മെച്ചല്ല, പക്ഷെ മെറ്റാണ് അതിൽ ഏറ്റവും മോശം. അതെ, അപ്പൊ അതുകൊണ്ട് മാത്രം എനിക്ക് അതിനോട് അധികം താല്പര്യമില്ല. എന്റെ ഏർലിയസ്റ്റ് മെമ്മറിയില് ഇപ്പം സിറി പോലത്തെ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, നമ്മള് ഇപ്പൊ ഓട്ടോമേറ്റഡ് ചാറ്റ് ബോട്ട്സ് ഒക്കെ പോലെ. എന്റെ ഏർലിയസ്റ്റ് മെമ്മറിയിലുള്ള ചാറ്റ് ബോട്ട് ഏതാ? നിംബസ് ഓർമ്മ ഉണ്ടോ? നിംബസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓ മാൻ, നിംബസ് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. കാരണം അന്നത്തെ ഒരു സിറി ആയിരുന്നു നിംബസ്. നമ്മള് എന്താ ചോദിക്കണത് അതിനനുസരിച്ച് ഒരു മാക്സിമം ഭയങ്കര സർക്കാസം ഇതില് ഒരു അതിന്റെ ആൻസേഴ്സ് ഇട്ടാണ്. ഈ ഓർക്കുട്ട് ഇതൊക്കെ ഉള്ള, ഞാൻ എന്റെ കാക്കന്റെ ഒരു ശിഷ്യനായതുകൊണ്ട് ഇതിലൊക്കെ കുറച്ച് ഞാനുണ്ടായിരുന്നു. കാക്ക ഇതിലൊക്കെ ഭയങ്കര എന്തായിരുന്നു, യാഹു മെസ്സഞ്ചർ, ഗൂഗിൾ ടോക്ക്, ഓർക്കുട്ട്, നിംബസ്, പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു. ഇപ്പം ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എങ്ങനെയാണ് അതേപോലെ ഈ എറയില് ഫേസ്ബുക്ക്. യൂത്തൻ. അതെ, യൂത്തൻ. ഓ, ഗുഡ് ഓൾഡ് ഡേയ്സ്. ഫേസ്ബുക്കിലേക്കാണ് എന്റെ എൻട്രി. ഞാൻ ഗൂഗിൾ ടോക്ക് ആയിരുന്നു. ഗൂഗിൾ ടോക്ക് ജിമെയിലിന്റെ ഒരു ചാറ്റ് എക്സ്റ്റൻഷനാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ജിമെയിൽ വെച്ചാണ് ആഡ് ചെയ്യുക. എന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇമ്രാൻ ഇല്ലേ, ഇമ്രാന് പണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും. അവന് പണ്ട് ഫേസ്ബുക്കിലായിരുന്നല്ലോ, അന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ടോക്കിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഇമ്രാന് ഫേസ്ബുക്കില്ലായിരുന്നു. അപ്പൊ ഇവൻ സോഷ്യൽ മീഡിയക്ക് ഭയങ്കര എതിരായിരുന്നു. ഇവന്റെ ഫാമിലിയൊക്കെ ഇവനോട് പറഞ്ഞു സോഷ്യൽ മീഡിയ ഉണ്ടാക്കരുത് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ, ഇവനൊരു ഫേവർ ചെയ്യാന്നുള്ള രീതിയിൽ ഞാന് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, ഇമ്രാൻ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എന്താക്കി, ഇവന്റെ ഫ്രണ്ട് സർക്കിളിലെ എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച്. എന്നിട്ട് ഞാൻ ഇവന് സർപ്രൈസ്, നിനക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഇതാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് കൊടുക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. നമ്മുടെ സീനിയേഴ്സ് ഒക്കെ കുറെ, മഷൂദ്, മിഷാൽ, അബ്ദുൽ അസീസ്, അങ്ങനെ എല്ലാവർക്കും ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. കുറേ ആൾക്കാർ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും ഒബ്വിയസ്ലി, അന്ന് എല്ലാവരും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെ. എന്നിട്ട് ഇവന് എങ്ങനെയോ അറിഞ്ഞു ഇതറിയുന്നത്. എന്നിട്ട് ഇവന്റെ ബ്രദർ അറിഞ്ഞു, ഖാലിക്ക അറിഞ്ഞു. എന്നിട്ട് ഖാലിക്ക ഇമ്രാനോട് ചോദിച്ചു. ഇമ്രാൻ എന്നിട്ട് എനിക്കെന്തോ മെസ്സേജ് അയച്ചു, നീയാണോ അത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു
അവൻ എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഡിലീറ്റ് ചെയ്യല്ലോ എന്നാണ്. എൻ്റെ ഉക്കാക്കൊക്കെ ചൂടാവുന്നുണ്ട്, ഇത് ആരോട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. സർപ്രൈസ് പാളി പോയി. ഒരു ഫേവർ ചെയ്യാൻ വിചാരിച്ചത്. എന്നിട്ട് ഇമ്രാൻ എന്നിട്ട് ഇതേപോലെ തന്നെ ജിമെയിലൊക്കെ ആയിരുന്നു ചെക്കൻ്റെ കളി. എനിക്കുണ്ട് ഇതേപോലെ ഒരു ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്ത സ്റ്റോറി. എന്താണാവോ, ഞാനൊന്ന് 6th ക്ലാസ്സിലോ 7th അതിപ്പോ 3ാമത്തെ പ്രാവശ്യത്തെ ഞാൻ ഈ ക്ലാസ്സിന്റെ ഇത് പറയണം ഒക്കെ ഈ ഒരു എറ. അപ്പൊ എന്താന്ന് വെച്ചാല് അന്ന് എനിക്കും ഇതേപോലെ ഫേസ്ബുക്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ കാക്ക സമ്മതിക്കൂലായിരുന്നു ഫേസ്ബുക്ക് ഉപയോഗിക്കണ്ട. എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് സമയം തന്നിട്ട് ഞാൻ ഓൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ചാറ്റ് ചെയ്യണം. അന്നാണെങ്കിൽ ഈ ഒരു ചാറ്റിംഗ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തോണ്ട് എനിക്ക് ആരോട് ചാറ്റ് ചെയ്യാനും ഭയങ്കര താല്പര്യം. അപ്പം ഞാൻ എൻ്റെ കാക്കനോട് കാക്കന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഓനറിയാം, ഓൻ്റെ ഒരു സൂപ്പർവിഷനില്ല, പക്ഷെ ഓൻ്റെ ചാറ്റ് ലിസ്റ്റിൽ ഓൻ്റെ ഏതെങ്കിലും ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒരിക്കൽ ചാറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഹേയ് വെറുതെ സംസാരിക്കാം. കാരണം അങ്ങനല്ല, എനിക്ക് അതൊരു പുതുമുള്ള നോവൽറ്റി, ഭയങ്കര പുതുമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കാക്കൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിച്ച് സിറ്റി വില്ലേ എന്ന് പറഞ്ഞ ഗെയിം കളിക്കും. ഞാൻ ആ ഗെയിം ഭയങ്കരമായിട്ട് ബിൽഡൊക്കെ ചെയ്ത് സിറ്റിയും കാര്യവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു നല്ല നിലയിലായിരുന്നു. നല്ല നിലയിലായിരുന്നു ആക്ച്വലി ചെയ്ത കാര്യങ്ങളാണ്. അങ്ങനെ ഞങ്ങളെ വീടിന്റെ താഴെ ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട്. ഒരു സ്റ്റോർ, എന്ത് സ്റ്റോറാ പറയണില്ല, കാരണം ചിലപ്പോ സ്റ്റോർ പറഞ്ഞ ആളാരോ അത് ഒബ്വിയസ് ആവും. ഒരു സ്റ്റോർ, ആ സ്റ്റോറിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പം മൂപ്പര് ഇങ്ങനെ ചെക്കനാ, യൂത്തനാ, പക്ഷെ ഭയങ്കര ഒരു അറിവും കാര്യമൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ സാധാ ഒരു വിസക്കൊക്കെ കേറി വന്നതാണ്. ഞങ്ങളായിട്ടൊക്കെ നല്ല പരിചയമാണ്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ പോലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ഇച്ചിരി കുറവാ. ഞാനും ഇച്ചിരി കുറവാ. അങ്ങനെ മൂപ്പര് എന്നോട് ചോദിച്ചു, ഈ എനിക്കൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. അങ്ങനെ ഞാൻ മൂപ്പർക്ക് ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ മൂപ്പർക്ക് ഇതാണ് ജിമെയിൽ, ഇതാണ് പാസ്വേഡ്, കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുത്തു. അങ്ങനെ ഞാൻ സിറ്റിയിൽ കളിക്കുക. അപ്പം കോയിൻസും കാര്യമൊക്കെ ഉണ്ടാവും, എനർജി ഒക്കെ ഉണ്ടാവുമ്പോഴാണല്ലോ ഇതിലൊരു പ്രോസസ്സിങ്ങും വരെ കൺസ്ട്രക്ഷനും കാര്യമൊക്കെ നടക്കുക. അപ്പൊ ഞാൻ വിചാരിച്ച് മൂപ്പർ അക്കൗണ്ടിന്റെ പാസ്വേഡും ജിമെയിലും ഇന്ത്യയിലുണ്ട്. മൂപ്പർ അക്കൗണ്ട് കയറി സിറ്റിയില് നിങ്ങക്ക് ഇന്ത്യക്ക് കോയിനും ഇതൊക്കെ അയക്കാം. ഏതായിട്ട് കേറുമ്പോ ഇത് കിട്ടും. അപ്പൊ എനിക്ക് സൈമിൾട്ടേനിയസ്ലി അതിങ്ങനെ ചെറുങ്ങനെ ബിൽഡ് ചെയ്ത് ഇത് എന്റെ മെയിൻ ചിക്കനെ എനിക്ക് ഗ്രോ ചെയ്യാം. അങ്ങനെ ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ മൂപ്പര് ഫേസ്ബുക്ക് അക്കൗണ്ട് കൊണ്ട് തുറന്നപ്പോൾ ബാലനായ ഞാൻ ഒരു പുരുഷ ലോകത്തിലോട്ടെത്തി. അക്കൗണ്ട് കൊണ്ട് തുറന്നപ്പോ മൂപ്പര് ഏതൊക്കെയോ ആൾക്കാരോട് സംഭവം മൂപ്പർക്ക് അറിയില്ല. അതായത് മൂപ്പർക്ക് എൻ്റെ അടുത്ത് ക്രെഡൻഷ്യൽസ് ഉള്ളതും അറിയില്ല. പിന്നെ ഇത് പറഞ്ഞാല് ഇങ്ങനെ ഇത്ര പബ്ലിക് ആവുന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ നോക്കും മൂപ്പര് ഏതൊക്കെയോ ആൾക്കാരൊക്കെ ഫ്രണ്ട്സ് ആക്കിയാണ്. അന്നാണെങ്കിൽ ഫേസ്ബുക്കിലും ഇതിലൊന്നും അത്ര റെസ്ട്രിക്ഷൻസ് ഇല്ല. അതായത് ഇപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ന്യൂഡിറ്റി അങ്ങനത്തെ ഒക്കെ പോസ്റ്റ് ചെയ്താൽ വേഗം ടേക്ക് ഡൗൺ ആവും. അന്ന് അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഒരു 6-7 ഞാനിങ്ങോട്ട് അതങ്ങ് എടുത്ത് ഞാനങ്ങ് പേടിച്ചു. കാര്യത്തില് ഞാൻ ചെറിയ കുഞ്ഞല്ലേ. എന്നിട്ട് എനിക്ക് പിന്നെ അതിന്റെ ശേഷം മൂപ്പരെ കാണുമ്പോ എനിക്ക് ഇതാ ഓർമ്മ കള്ളക്കാമ ബ്രദർ, താനൊരു ഫേസ്ബുക്കിനെ പോലും വെറുതെ വിടൂലല്ലോ. എന്റെ അമ്മോ, കോമഡി ട്രോമയായിരുന്നത്. സോഷ്യൽ മീഡിയ ടോപ്പിക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ എക്സില് ഫോർമർലി നോൺ ആസ് ട്വിറ്റർ ഈ എക്സ് ഇലോൺ മസ്കിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ആപ്പ് ആക്കണം എന്നാ. കാരണം ഈ ചൈനയിലുണ്ടല്ലോ വിചാറ്റിലാണ്, നിങ്ങൾക്കറിയില്ല, ഓക്കെ, ചൈനയിലുള്ള ഒരു ആപ്പാണ്. ഞാൻ ഇന്ത്യയിലല്ലായിരുന്നു, ഇന്ത്യയിൽ ചൈനീസ് ആപ്പ് ബാനാ. ശരിയാ. എന്താ വിചാറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് ചൈനയില്. ഈ ആപ്പാണ് എവറിത്തിങ് ആപ്പ്. അതായത് നമ്മള് സോഷ്യൽ മീഡിയ ആ ആപ്പാണ്, നമ്മൾ യൂട്യൂബ് പോലെ വീഡിയോ കാണുന്നത് ആ ആപ്പാണ്, നമ്മൾ ഈ ഗൂഗിൾ പേ പോലെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ബാങ്കിങ്, ഇതൊക്കെ ആ ആപ്പാണ്. നമ്മൾ ആപ്പിന്റെ സെർവർ, അതെ, നമ്മൾ ഊബർ വിളിക്കൂല, ടാക്സി, അത് ഈ ആപ്പാണ്. ഫുഡ് ഡെലിവറി ചെയ്യാൻ, ഫുഡ് ഓർഡർ ചെയ്യില്ലേ, അത് ഈ ആപ്പ്. എത്ര സെർവർ വാങ്ങേണ്ടി വരും ഇതിനൊക്കെ കൂടി. പക്ഷെ ചൈനയിലെ ആൾക്കാർ റൺ ചെയ്യണ ഈ ഒരു ആപ്പും അല്ല. ആ ഒരു ആപ്പ് ഒരു ദിവസം അങ്ങ് ഡൗൺ ആയാലും
ആൾക്കാരുടെ എക്കണോമി മറ്റേ നാട്ടിലൊരു ഞാനോ പറയാതെ അതെ. അതെ. അപ്പൊ ഈ എന്താ ഇലോൺ മസ്കിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്പ് വിചാറ്റിന്റെ ഈ ഒരു ആപ്പ് ഇതില് മാത്രമേ ഉള്ളൂ, ചൈനയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലോൺ മസ്കിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഫോർമലി നോൺ ആസ് ട്വിറ്റർ, അതൊരു എവറിത്തിങ് ആപ്പ് ആക്കി മാറ്റണം എന്നാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊരു വേൾഡിന്റെ എവറിത്തിങ് ആപ്പ് ആക്കി മാറ്റണം എന്ന്, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്ക് ഫസ്റ്റ് ഈ ട്വിറ്റർ എന്ന് പറഞ്ഞാൽ വെറും ടെക്സ്റ്റ് ബേസ്ഡ് ആപ്പ് ആയിരുന്നു. അത് മാറ്റി മൂപ്പര് ലോങ് ഫോം വീഡിയോസ്, വലിയ ടെക്സ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഓഡിയോ കോൾസും വീഡിയോ കോൾസും ഇപ്പോൾ ട്വിറ്ററിൽ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ അടുത്ത് കഴിയുമ്പോഴത്തേന് പേയ്മെന്റ്സ് വരും. പിന്നെ അങ്ങനെ 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 സ്ലോലി പേയ്മെന്റ്സ് ഉണ്ട്. വാട്സാപ്പില് പേയ്മെന്റ്സ് ഉണ്ടോ നാട്ടില്? അതായത് ഈ ഗൂഗിൾ പേ അതൊക്കെ UPI എന്നുള്ളൊരു സംഭവമാണല്ലോ. അതായത് ഇപ്പൊ നമുക്കൊരു UPI അക്കൗണ്ട് എങ്കിൽ ആ അക്കൗണ്ടാണ് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, വാട്സാപ്പ് പേയിലൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ വാട്സാപ്പ് ആ ഒരു ഇന്റഗ്രേഷൻ ഇതാക്കിയിട്ട് നമുക്ക് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ അയക്കുക. എന്നിട്ട് ഇനീഷ്യലി നമ്മള് 3 ആൾക്കാർക്ക് നമ്മൾ വഴി വാട്സാപ്പ് രജിസ്റ്റർ ചെയ്യിപ്പിച്ചാല് നമുക്ക് 90 rupees ക്യാഷ് ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ഓഫീസിലൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് വേറൊരു ഇഷ്ടമില്ലാത്ത സംഭവം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇപ്പഴാ ഓർത്തത്, ഈ ക്യാഷ് ബാക്ക് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നക്കാവിച്ചൊക്കെ ആയിരിക്കും, അല്ല 100 ടാർഗറ്റ് ചെയ്ത് ആണ്, എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് ആൾക്കാരങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും അവരുടെ ആവശ്യത്തിന്. അതായത് ഇവര് ഈ ലിങ്ക് അയച്ച് ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഡൗൺലോഡൊക്കെ ചെയ്താലായിരിക്കും ഇവർക്ക് ഇത് ബെനിഫിറ്റ് ആവുക. എന്നിട്ട് ആ ഒരു ചെറിയ പൈസക്കും വേണ്ടിയിട്ട് ഇവരൊരു 100-100 ആൾക്കാർക്ക് ലിങ്ക് അയക്കലും ഇവർ ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യിപ്പിക്കലും അതും ഇതൊക്കെ ആയാണ്ട് എനിക്ക് അതിലും വലിയൊരു ഇടങ്ങേറ് വേറല്ല. കാരണം എനിക്ക് മറ്റേ എൻ്റെ റൂംമേറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കാനഡയിലെ വിഷയം കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം എനിക്കൊരു ലിങ്ക് അയച്ച്, എന്നിട്ട് ലിങ്ക് അയച്ച് ഓന് അപ്പുറത്തിട്ടുണ്ട്. ലിങ്ക് അയക്കലും അപ്പം തന്നെ ഓൻ വന്നാണ്ട് ബ്രോ ഞാൻ അയച്ച ആ ഇതൊന്ന് ലിങ്ക് കയറിയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ പറഞ്ഞ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഇടപാടാണ് എന്നുള്ള. അങ്ങനെ ഞാൻ ആ ലിങ്ക് കയറി ഞാൻ ഡൗൺലോഡ് ചെയ്ത്. എന്തോ ഒരു ഷോപ്പിംഗ് ആപ്പാണ്, കാനഡയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് അവര്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ട് അപ്പോൾ ഈ ആപ്പിൽ നമുക്ക് 6 ഫ്രീ ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 6 ഫ്രീ ഗിഫ്റ്റ്. അതായത് നമുക്ക് എന്ത് സാധനവും അതിൽ ജാക്കറ്റുകള്, ക്ലോത്ത്സ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ്, ഒരു ആമസോണൊക്കെ പോലെ പല ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഈ 6 സാധനങ്ങൾ നമ്മളങ്ങ് ചൂസ് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ അഡ്രസ്സിൽ വരും എന്നവർ പറയണേ. അപ്പൊ ഏതൊരു മനുഷ്യനെയും പോലെ എന്നെ അത് ഹുക്ക് ചെയ്ത് എങ്ങനെയാണ് ഇവരത് എത്തിക്കണെന്നുള്ളത്. അതായത് ഒരു 6 സാധനം ഇത്രയും ആൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക, ഇറ്റ്സ് സംതിങ് ബിഗ്. എങ്ങനെയാണ് ഇവരെത്തിക്കണെന്ന്. അങ്ങനെ ആദ്യം നമ്മളൊരു ഗിഫ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് കയറും. പിന്നെ ആ പോയിന്റ് വെച്ച് ഗിഫ്റ്റ് അങ്ങനെ ചൂസ് ചെയ്ത് അങ്ങനെ 5 ഗിഫ്റ്റ് നമ്മൾ ചൂസ് ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും കിട്ടി 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 എന്ന് വിചാരിക്കും. 6ാമത്തെ ഗിഫ്റ്റിനാണ് ഇത് വരുന്നത്. നമ്മളെ ഈ ലിങ്ക് ഒരു ഫ്രണ്ടിനെ അയച്ച് ആ ഫ്രണ്ട് ഈ ലിങ്ക് വെച്ച് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് പോയിന്റ്സ് കയറി 6ാമത്തെ ഗിഫ്റ്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെയാണ് ഇവരെ ക്യാച്ച് വരുന്നതെന്നുള്ളത്. അങ്ങനെ ഇവൻ എന്തോ ഒരു കോഡൊക്കെ പറഞ്ഞെന്ന്. അങ്ങനെ ഞാൻ ഇവനോട് ഒന്നാണ്ട് ഇത് ശരിക്കും ഇത് കിട്ടും, ഇത് സ്കാം അല്ല, കിട്ടിയ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ചിലപ്പം മേ ബി ഇവര് ഈ 6 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാവില്ല, നോട്ട് മൈ കൺസേൺ. പക്ഷെ ഇങ്ങനത്തെ ഈ ഫ്രീ സാധനങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്യാഷ് ബാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ അവിടെ പോവാ ഡൗൺലോഡ് ചെയ്യാം, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവം. വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക. അതെ, വേറൊരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു സംഭവം ഐ റിയലി ഡോണ്ട് ലൈക്ക്. ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. അങ്ങ് ചൂടായി. അല്ല, സത്യത്തില് എൻ്റെ ഓഫീസിൽ കോളേജിലൊക്കെ ആയപ്പോൾ മറ്റേ ഗൂഗിൾ പേയിലൊക്കെ ഉണ്ടാവും ഒരു സീസൺ വരുമ്പോൾ നമ്മൾ കുറേ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ ടിക്കറ്റ്. പണ്ട് സൗദിയിലാവുമ്പോൾ സൺഡോപ്പിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അതൊരു എലീറ്റ് മെമ്മറിയാണ്. അതായത്
സൗദിയിലെ ഒരു ജ്യൂസ് പ്രൊഡക്റ്റ് ഉണ്ട് സൺഡോപ്പ് എന്ന് പറഞ്ഞിട്ട്, ജ്യൂസ് പാക്കറ്റ്. ജ്യൂസ് പാക്ക് ടെട്രാ പാക്ക് ആണ്. അപ്പം ഭയങ്കര എലീറ്റ് ജ്യൂസ് ആയിരുന്നു, നല്ല കിഡിലൻ ടേസ്റ്റും, നല്ല സൗദിയിലെ വൺ ഓഫ് ദ ഡോമിനേറ്റിംഗ് മാർക്കറ്റ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ ഫ്രൂട്ടി മാക്കുള്ള പോലെയോ സൗദിയിൽ സൺഡോപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഒരു വെക്കേഷൻ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇവരൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ബുക്ക്, ഈ ബുക്കിൽ പറഞ്ഞാൽ ഒരു സ്റ്റോറി ലൈനാണ്, പിക്ചേഴ്സിലൊരു സ്റ്റോറി ലൈനാണ്. എന്നിട്ട് നമ്മൾ വാങ്ങുന്ന ജ്യൂസിൻ്റെ സൈഡിൽ ഓരോ നമ്പർ എഴുതിയിട്ട് സ്റ്റിക്കറുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ ബുക്കിലും ഈ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള സ്ഥലങ്ങളും നമ്പേഴ്സും ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ജ്യൂസ് മേൽ കിട്ടുന്ന സ്റ്റിക്കറിൻ്റെ നമ്പർ 6 ആണെങ്കിൽ ബുക്കിൽ എവിടെയാണ് ഈ 6ാം നമ്പർ ഉള്ളത് അവിടെ പോയിട്ട് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ ഫില്ലായി വരും. ഇതാണ് സംഭവം. ഒരു ഫൺ ആക്ടിവിറ്റി ആയിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ. അതെ, ഫൺ ആക്ടിവിറ്റി ആയിരുന്നു. എന്നിട്ട് പിന്നെ ഈ ബുക്ക് നമ്മൾ സൺഡോപ്പിന്റെ കുറെ സ്റ്റാളുകൾ ഉണ്ടാവും, ഓരോ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തൊക്കെ നിർത്തിണ്ടാവുക. അവിടെ നമ്മൾ ഈ ബുക്ക് കൊണ്ടുപോയി കൊടുത്താൽ ഒരു നമുക്ക് ഗിഫ്റ്റ് ഇൻസ്റ്റന്റ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് തരും. പിന്നെ നമ്മളൊരു ലക്കി ഡ്രോക്ക് എൻ്റർ ആവും. സ്ക്രാച്ച് ആൻഡ് വിൻ അല്ലായിരുന്നോ? എല്ലാ ഗിഫ്റ്റും സ്ക്രാച്ച് ആൻഡ് വിൻ ആയിരുന്നു. അല്ല, ഞാൻ പോയപ്പോ എനിക്ക് കിട്ടിയിരുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് കുറച്ച് ക്യാപ്പ് ഇതൊക്കെ കിട്ടി. പിന്നെ നമ്മള് മറ്റേ ഒരു ലക്കി ഡ്രോന്റെ മെയിൻ പ്രൈസ് PS3 ആയിരുന്നു. പ്ലേസ്റ്റേഷൻ 3, പിന്നെ സ്കൂട്ടേഴ്സ്, പിന്നെ മറ്റേ റിമോട്ട് കാർ, അതൊക്കെ സൺഡോപ്പിന്റെ മറിച്ച്. സൺഡോപ്പിന്റെ മറിച്ചൊക്കെ ഒരു അടിപൊളി സംഭവമായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാ ഈ കഥ പറഞ്ഞു തന്നതെന്ന് മറന്നുപോയി. ഇത് വെച്ച് എന്റെ ഒരു സിഗ്നിഫിക്കന്റ് ചൈൽഡ്ഹുഡ് മെമ്മറി സൺടോപ്പ്. എന്താന്ന് വെച്ചാല് ഞാനും എന്റെ ഇക്കാക്കും ഞാനും പിന്നെ എന്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു ഷിബില്. ഞങ്ങള് 3 ആൾക്കാരും ഇതിങ്ങനെ കളക്ട് ചെയ്യായിരുന്നു. കൊറേ ഞങ്ങളുടെ എന്റെ ഒരു ബസ്മേറ്റ് ഉണ്ടായിരുന്നു മുൻസിറാനിട്ട്. ഇവന്റെ വീട്ടിലൊക്കെ പ്ലേസ്റ്റേഷൻ 3 ഉള്ളതാ. ഇവനിത് വേണ്ട, ഇവ സൺഡോപ്പ് കുടിച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് എറിയും. നമ്മക്ക് സ്റ്റിക്കർ വലിയ കാര്യമാണ്. എന്നിട്ട് നമ്മള് പോയിട്ട് ആ സ്റ്റിക്കറൊക്കെ എടുക്കും. എന്നിട്ട് സ്കൂള് കഴിഞ്ഞാല് എനിക്കും ഇക്കാക്കും ഷിബിൽ, ഇത് വളരെ ചെറിയ പ്രായത്തിലാ, ചെറിയ പ്രായം, നമ്മള് 3-4 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. പിന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നാണ് ചില സ്റ്റിക്കറൊക്കെ റയർ ആയിരിക്കും, എത്ര നോക്കിയാലും ജ്യൂസിന്റെ ഒപ്പം ഒരു കൊടുക്കൂല. എക്സ്ചേഞ്ച് വരെ ചെയ്യും സ്റ്റിക്കേഴ്സ്. എന്റെ അടുത്ത് 7 കുറെ ഉണ്ട്, എനിക്ക് 14 വേണ്ടത്. അപ്പൊ ഒരാൾ പറയും എന്റെ അടുത്ത് 2 40 ഉണ്ട്, നീ 7 അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പൊ ചിലര് സൈമൾട്ടേനിയസ് ആയിട്ട് 3-4 ബുക്ക് കംപ്ലീറ്റ് ചെയ്യണവരുണ്ട്, കൂടുതൽ ചാൻസസിനും ഗിഫ്റ്റ്. ഞാൻ അതില് പെട്ടതായിരുന്നു. എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു. അതെന്താ, നമ്മൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലല്ലോ. ഫെയർ ഇനഫ്. നമ്മള് എന്നിട്ട് എങ്ങനെയാ വെച്ചാ ഈ ഓരോ കാറ്റഗറി ഉണ്ട്. അതായത് 1 ബുക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഈ കോളം ഓഫ് ഗിഫ്റ്റ്സിലാണ് നമ്മൾ എലിജിബിൾ ആവുക. സ്ക്രാച്ച് 2 ബുക്കാണ് കൊടുക്കുന്നതെങ്കിൽ വേറെ കുറച്ച്, അങ്ങനെ 3 ബുക്സ് ആണെങ്കിൽ മോർ ബിഗർ ഗിഫ്റ്റ്സ് ആണ് നമുക്ക്. അതെ, 3 ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ ആ പ്ലേ സ്റ്റേഷൻ റെൽമിൽ കയറാൻ പറ്റും. കാരണം വാപ്പി എന്തായാലും അത് മേടിച്ചു തരുമല്ലോ. അതെ. എന്നിട്ട് ഞങ്ങളുടെ പണി എന്താ വെച്ചാൽ സ്കൂള് കഴിഞ്ഞാല് ഞാനും ഇക്കാക്കി ഷിബിലും ഇറങ്ങും. എന്നിട്ട് നാട് മൊത്തം നടക്കുക. എന്നിട്ട് ഗാർബേജിന്റെ അടുത്ത്, അതെ, പറയാ കുറവാന്നുണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്നത് ഞങ്ങളുടെ ആക്ടിവിറ്റി അതായിരുന്നു. രാത്രി സൂര്യൻ അസ്തമിക്കുന്ന വരെ സ്കൂള് കഴിഞ്ഞ് വന്നാല് ഞങ്ങളിങ്ങനെ നടക്കും. എന്നിട്ട് സൺഡോപ്പിന്റെ ജ്യൂസ് പാക്കറ്റാണ് ഓറഞ്ച് കളർ. അപ്പൊ ഭയങ്കര നോട്ടീസബിൾ ഇങ്ങനെ നോക്കും. എന്നിട്ട് ഗാർബേജിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ നോക്കിയിട്ട് സ്റ്റിക്കർ മാത്രം ഊരിയെടുക്കും. പിന്നെ ചിലരുണ്ടായിരുന്നു, അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോറിൽ പോകും. എന്നിട്ട് ഈ ഷോപ്പ് കീപ്പർ ഒന്നും നോക്കാതെ ഒരു സ്റ്റിക്കറും എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കും. അത് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞാനും ചെയ്തില്ല. അത് അൺഎത്തിക്കൽ, ഇമ്മോറൽ ആയിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു സാൻഡ്വിച്ച് ഷോപ്പ് നടത്തിയ ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പൊ മൂപ്പര് ഇനിയും കാക്കനുള്ള പരിചയം സ്നേഹം കൊണ്ടും ഹി വുഡ് ലെറ്റ് us take stickers. കാരണം അവിടെ ഫ്രിഡ്ജില് സൺഡോപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മൂപ്പര് പറയും നിങ്ങൾ സ്റ്റിക്കർ എടുത്തു പറയും. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ എടുക്കാൻ സമ്മതിച്ച്. പിന്നെ മൂപ്പര് പറഞ്ഞ് സ്റ്റിക്കർ ഇല്ലാണ്ട് സാധനം പോകണില്ല, ആൾക്കാർ മേടിക്കണില്ല.
കാരണം സെൻഡോപ്പിന്റെ ആ ഒരു സെയിൽസ് കൂടാൻ തന്നെ കാരണം ഈ സ്റ്റിക്കർ നോക്കിയാണ്ട് ഭയങ്കര ഒരു ബ്രാൻഡിങ് മാർക്കറ്റിംഗ്. ഞാൻ ആലോചിക്കും നമ്മളൊരു ഡ്രിങ്ക് ഒക്കെ കൊണ്ടുവരണം ഇങ്ങനത്തെ ഇതിലൊക്കെ ചെയ്യണം, ഭയങ്കര ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു. സോ എന്റെ സെൻഡോപ്പ് സ്റ്റോറി കഴിഞ്ഞില്ല, എന്റെ മറ്റേ ഞാൻ പറഞ്ഞു വന്ന കഥ എനിക്ക് ഓർമ്മ വന്നോ? ഓക്കെ ഓക്കെ, എന്നാൽ അത് വേഗം. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങള് കുറേ ബുക്ക് അങ്ങ് നിറച്ചു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേക്കാണ് കുറെ ബുക്ക് അങ്ങ് നിറച്ചു. എന്നിട്ട് എൻ്റെ ഉപ്പക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സൺഡോപ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നേ. കണ്ടനല്ല, മൂപ്പരല്ല വേറൊരാള്. എന്നിട്ട് എൻ്റെ ഉപ്പ ഞാൻ എപ്പോഴും എല്ലാ വർഷവും നമ്മളിത് നിറക്കും. എന്നിട്ട് ഈ സ്ക്രാച്ച് ആൻഡ് വിന്നിന് കൊടുക്കും, ഒന്നും കിട്ടൂല. എന്നിട്ട് നക്കാപ്പിച്ച ടോയ്സ് എല്ലാം കിട്ടും. അതെ. അപ്പൊ എന്താക്കി നേരെ പോയിട്ട് ഫാക്ടറിയിൽ മൂപ്പർ അത്യാവശ്യം ഒരു ഹയർ പൊസിഷനിലായിരുന്നു വിചാരിച്ചു. അങ്ങനെ മൂപ്പർക്ക് ഈ ബുക്കൊക്കെ അങ്ങ് കൊടുത്തു. എന്നിട്ട് മൂപ്പര് ഇൻ റിട്ടേൺ 3 പെട്ടി നിറച്ച് പല സൺഡോപ്പിന്റെ ടോയ്സ് അങ്ങ് കൊണ്ടുവന്നു തന്നു. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. ആ വർഷം ഞങ്ങൾ നാട്ടിൽ പോയി. നാട്ടിൽ പോയിട്ട് എല്ലാ കസിൻസിനും ടോയ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓരോരുത്തർക്ക് പല പല ടോയ്സ്, 3 പെട്ടി ടോയ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അതങ്ങ് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എനിക്കൊന്നും കിട്ടാതെ. പണ്ടേ അങ്ങനെയാണല്ലോ, നാട്ടിൽ കൊണ്ടുപോകുമ്പോ കോമഡിയാണ്. നാട്ടിൽ കൊണ്ടുപോകുമ്പോ നമ്മള് കസിൻസിന് ഫുള്ള് പിസ്റ്റ, കാഷ്യൂസ്, ഓൾമണ്ട്സ് ഇതൊക്കെ വാങ്ങിച്ചോണ്ടോ. ചോക്ലേറ്റ്സ് ഒക്കെ പലതരം ചോക്ലേറ്റ് ഒക്കെ നമ്മള് മേടിക്കും. ചോക്ലേറ്റ്സ് ഫെറേറോ റോഷർ പല ചോക്ലേറ്റ്സ് ഒക്കെ ആയിട്ടോ കൊണ്ടുപോവാ. ഗാലക്സി എന്നൊക്കെ ഒരു സൗദി ഇതുണ്ട്, ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് ഇവര് ഈ പിസ്റ്റ ഒക്കെ കഴിക്കുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ ഇവര് ഗൾഫിൽ കഴിക്കണം. സത്യം. അതായത് ഇവർക്കറിയില്ല, നാട്ടിൽ പോകുമ്പോ മാത്രമാണ് നമ്മുടെ പേരൻസ് നാട്ടിലുള്ളവർക്ക് അല്ലേന്ന് പറഞ്ഞിട്ട് ഇവരിത് മേടിക്കണം. ഞങ്ങളെ വീട്ടിൽ ഈ സംഭവം ഒന്നും ഉണ്ടാവില്ലൊന്നുമില്ല. പക്ഷെ നാട്ടിലെത്തുമ്പോ ഇവരെ വിചാരം ഇവർക്ക് ചോക്ലേറ്റ് എന്തൊക്കെ എപ്പോഴും കഴിക്കുന്ന ഈ പിസ്ത, അണ്ടിപ്പരിപ്പ്, ബദാം, ഏതൊക്കെ സോൾട്ട് ഒക്കെ ചെയ്തതൊക്കെ ഇവര് അതന്നെയാണ് ജീവിതത്തിൽ ഇവര് വളർന്നെ ഇതുമല്ലൊക്കെ ഉള്ളത്. അതേപോലെ തന്നെയാണ് എന്റെ ഗ്രാൻഡ് മദറിന്റെ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട്. ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ട് ഈ ഗൾഫിക്ക് മാത്രം കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് മദർ മരക്കൾക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാ. എന്നിട്ട് നമ്മള് അതിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ പോയാല് ഗ്രാൻഡ് മദർ അടിക്കും, ഈ ഇവിടെ ഉള്ളതല്ല നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി തിന്നാറ്. നെവർ ഹാപ്പൻസ്. ആ ഒരു സംഭവം നടക്കുകയില്ല. അതെ, ഗൾഫിലെ ആൾക്കാർക്കുള്ള ഒരു റിയാലിറ്റി ആണ്. അവര് നാട്ടിലെ ആൾക്കാർക്ക് ഈ പത്തേമാരി സിനിമയിലൊക്കെ ഉണ്ട് അവര് പോയിട്ട്. അപ്പം ഇനി നിന്റെ സൺഡോപ്പിന്റെ സ്റ്റോറി. അപ്പം ഈ സൺഡോപ്പിന്റെ സ്റ്റിക്കർ പോലെ ഗൂഗിൾ പേയില് ഇങ്ങനെ സംഭവങ്ങൾ വരും. അതായത് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചാല് ഒരു സ്റ്റിക്കർ വരും. അതേപോലെ പല മോഡ് ഓഫ് പേയ്മെന്റ്സ് ഒക്കെ. ഇങ്ങോട്ട് ഇതിനും വേണ്ടിയിട്ട് ആൾക്കാർ പലത് ഇന്ത്യയോടൊക്കെ വന്നാണ്ട് എൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് ഉണ്ടെങ്കിൽ എനിക്ക് ഗൂഗിൾ പേ ആക്കിയാൻ പറ്റും, ഞാൻ അടച്ചോളാന്നൊക്കെ. അങ്ങനൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ഇതിന്ന് ആകെ എത്ര 300 റുപ്യ അങ്ങനെ എന്താണ് ഇത്രയും സ്റ്റിക്കർ കളക്ട് ചെയ്താൽ കിട്ടുക. എനിക്കെന്താ അറിയോ, എനിക്ക് ഇത്ര എഫേർട്ട് ചെയ്തിട്ട് പൈസ വേണ്ട, ഞാൻ ആ കൂട്ടത്ത് പെട്ടതാ. അപ്പൊ അതും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു പോലുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. മനസ്സൊന്നും അതങ്ങ് എടുത്ത് ഞാനും 4-5 കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഈ പോഡ്കാസ്റ്റ് പറഞ്ഞു. ഞാൻ അങ്ങനെ സൗമ്യമായും പറഞ്ഞത്. സെമീറിന് ഒറ്റൊന്ന് കിട്ടിയപ്പോ തന്നെ ചാർജ് ചെയ്തു സെമീർ. അതെ, എന്റെ പ്ലേ സ്റ്റേഷന്റെ സ്റ്റോറി പറയണ ഞാന്. സ്റ്റോറിയാ? അതായത് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് അന്ന് ഗെയിം ബോയ് ആയിരുന്നു ഏറ്റവും വലിയ കോൺസോള്. ഗെയിം ബോയും PSP അന്ന് പോപ്പുലർ അല്ല, അത് ഇറങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. ഗെയിം ബോയ് ഭയങ്കര പോപ്പുലർ. അപ്പൊ ഗെയിം ബോയ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അപ്പൊ കുറച്ച് പിള്ളേരൊക്കെ ഗെയിം ബോയ് ഒക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളിക്കുന്നൊക്കെ കാണാം. അപ്പൊ നമ്മളിങ്ങനെ ഗെയിം ബോയ് എന്താ കൂൾ ബോയ്. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ ഉപ്പനോടൊക്കെ പോയി പറഞ്ഞു എനിക്കൊരു ഗെയിം ബോയ് വാങ്ങിച്ചു തരുമോ എന്ന്. അങ്ങനെ ഉപ്പ ഒരു ക്രൈറ്റീരിയ അങ്ങ് മുന്നോട്ട് വെച്ചോ. മാർക്ക് ഓഫ് കോഴ്സ്, ഇന്ത്യൻ പേരൻസ്. അതെ, എന്റെ ഉപ്പ പറഞ്ഞു ഫുൾ A+ കിട്ടിയാല് ഗെയിം ബോയ് വാങ്ങിച്ചു തരാം.
അതും ഞാൻ മാത്രല്ല, ഞാനും എൻ്റെ ഇക്കാക്കും റെസ്പോൺസിബിലിറ്റി. അതെ, എനിക്കും എൻ്റെ ഇക്കാക്കും എന്താ ഫുൾ A+ കിട്ടിയാൽ ഗെയിം ബോയ് വാങ്ങിച്ചു തരാന്ന്. അങ്ങനെ ആ ഒരു അക്കാഡമിക് ഇയർ ഞാനും എൻ്റെ ഇക്കാക്കി അങ്ങ് കഷ്ടപ്പെട്ടു. ഇക്കാക്കാൻ്റെ ആവശ്യമാണ് എൻ്റെ, ഞങ്ങൾ രണ്ടാൾക്കാർക്ക് മിസ്സാക്കരുത് കേട്ടോ, A+ മിസ്സാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഫുൾ A+ അങ്ങ് വാങ്ങിച്ചു. ആ വർഷം 3ാം ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഉപ്പ എന്നിട്ട് ഓക്കെ ഗെയിം ബോയ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ. അങ്ങനെ ഉപ്പക്ക് ബലദില് ബലത് എന്ന് പറഞ്ഞാൽ ഡൗൺ ടൗൺ നടത്താം. ബലദിൽ ഉപ്പക്ക് അറിയുന്ന ഒരാളുണ്ടായിരുന്നു. മൂപ്പര് ഒരു ഗെയിം കടയിലായിരുന്നു ഇലക്ട്രോണിക്സ് കടയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മൂപ്പരോട് സംസാരിച്ച് കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ ഗെയിം ബോയ് വാങ്ങിക്കാന്ന് ഉപ്പ ഉറപ്പിച്ചു. അങ്ങനെ ഉപ്പ ഗെയിം ബോയ് വാങ്ങിച്ചു കൊണ്ടുവന്നു. എനിക്ക് ഇപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്. നമ്മളെ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷൻ നടക്കുക, ആരൊക്കെ ഉമ്രക്കൊക്കെ വന്ന് അവരൊക്കെ ഭക്ഷണം കൊടുക്കാം. ആ ദിവസമാണ് ഉപ്പ ഈ ഗെയിം ബോയിന്റെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ആ ദിവസം വീട്ടിൽ ഗെയിം ബോയ് കൊണ്ടുവന്ന് ഉപ്പ എവിടെ വെച്ചിട്ടുണ്ട് എന്ന് അറിയാം, പക്ഷെ എവിടെയാ ഗെയിം ബോയ് എന്ന് അറിയാം. എൻ്റെ ഉമ്മോ എൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ആവേശം. അങ്ങനെ പിറ്റേ ദിവസം ഉപ്പ ഗെയിം ബോയ് കാണിച്ചു തന്നു. ഗെയിം ബോയ് നോക്കിയപ്പോ ഗെയിം ബോയിന്റെ കളറ് പിങ്ക്. ഗെയിം ബോയ്. നമ്മളെ ആൾക്കാരുടെ അടുത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഈ ഗെയിം ബോയ് പോർട്ടബിൾ സാധനം. ഇതിന് ഏതാളെ മുന്നിലാ ഞാൻ കൊണ്ടുപോവാന്നുള്ള പോലെ ആയിരുന്നു. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്താ പോലെ. എന്റെ ഉപ്പ സംഭവം എന്താന്ന് വെച്ചാല് എന്റെ ഉപ്പന്റെ ഈ ഫ്രണ്ടിന്റെ അടുത്ത് പോയപ്പം മൂപ്പര് പറഞ്ഞു ഏറ്റവും ഡിസ്കൗണ്ട് ഉള്ളത് പിങ്ക് ഗെയിം ബോയ് ആണ്, കാരണം പിങ്ക് ആയതുകൊണ്ട് ആരും വാങ്ങിക്കുന്നില്ല. അപ്പൊ എന്റെ അതാണ് ഏറ്റവും വില കുറവ്. കാരണം അതായത് പേരൻസ് ആലോചിക്കാന്ന് വെച്ചാല് ഫംഗ്ഷൻ നടത്താൻ മതി, കളറോ കാര്യോ അതിലൊക്കെ എന്തിരിക്കണേ. അവർക്ക് ബ്യൂട്ടി എസ്തെറ്റിക്സ് ആയിട്ടൊരു മാറ്റർ അല്ല, അവർക്ക് ആ ഒരു ഫംഗ്ഷൻ എങ്ങനെ നടക്കുന്നു അത്രേ ഉള്ളൂ അവര് നോക്കുക. എന്നിട്ട് ഉപ്പ അപ്പൊ ഏറ്റവും വില കുറവേതാ ഈ പിങ്ക് ഗെയിം ബോയ് എടുത്തോ, ഉപ്പ അതെടുത്ത് കൊണ്ടുവന്നു. എനിക്ക് ഇപ്പോഴും നമ്മള് ആ 5ാം ക്ലാസ്സിലേറ്റ നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ ഗെയിം ബോയ് കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്റെ ഇക്കാക്കാന്റെ ക്ലാസ്മേറ്റ്, ഇക്കാക്കാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളെ കൂടെ എയർപോർട്ടില്. അപ്പൊ ഇവന്റെ അടുത്തുണ്ട് ഗെയിം ബോയ്. ഗെയിം ബോയ് ഒക്കെ ഞങ്ങൾ പുറത്തെടുത്ത് നമ്മൾ പറയാം, നിങ്ങളുടെ അടുത്ത് ഗെയിം ബോയിൽ എടുക്കുന്നതാണ്. അപ്പൊ നമ്മള് പെട്ടിന്റെ ഉള്ളിലെവിടൊക്കെ അതെ പെട്ടിന്റെ ഉള്ളിലെവിടൊക്കെയാണ് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തില്ല. എന്നിട്ട് ഗെയിം ബോയ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ഫേവറേറ്റ് ഗെയിംസ് ഒന്നും ഗെയിം ബോയിലല്ല, പ്ലേ സ്റ്റേഷനിലാണ്. മറ്റേ ഗെയിം ബോയിനേക്കാളും മുകളിലൊരു സംഭവം ഉണ്ട് ആ വർഷമാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ എന്റെ ഉപ്പനോട് പറഞ്ഞു എനിക്ക് പ്ലേ സ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. എനിക്ക് ഏതൊക്കെ ഗെയിംസ് അറിയാം, അസാസിൻസ് ക്രീഡും WWE സ്മാക്ഡൗൺ വേഴ്സസ് റോ, അത് ഇതും ബുള്ളിയും. ഈ 3 ഗെയിംസ് കളിക്കാനായിരുന്നു നമുക്ക് മൂഡ്. ഇതൊന്നും ഗെയിം ബോയിലില്ല. അപ്പൊ നമുക്ക് ഇതിലും വലുത് വേണം. പ്ലേ സ്റ്റേഷനിലെ ചെറിയ ഗെയിംസേ ഉള്ളൂ, നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ ഉപ്പനോട് പറഞ്ഞു ഗെയിം ബോയ് അല്ല പ്ലേ സ്റ്റേഷൻ വേണം. ഉപ്പ പറഞ്ഞു ഇപ്പൊ അടുത്തുള്ള ഗെയിമിന്റെ സാധനം വാങ്ങിച്ചു തന്നെ, ഇനി എന്തെങ്കിലും പ്ലേ സ്റ്റേഷൻ ഇല്ല പറ്റില്ല. ഞാൻ ഉപ്പനോട് പ്ലീസ് 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 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉപ്പ പറഞ്ഞ് സെയിം ക്രൈറ്റീരിയ ഫുൾ A+ വാങ്ങിച്ചു തന്നാല് എന്താ ഇത് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞേ. അങ്ങനെ ഞാനും എന്റെ ഇക്കാക്കി, ഞാൻ 4ാം ക്ലാസ്സില്, ഇക്കാക്ക 6ാം ക്ലാസ്സില്. കാക്കനോട് വീണ്ടും ഡീല് A+ കളയരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ ഞങ്ങൾ ഫുൾ A+ വീണ്ടും വാങ്ങിച്ചു. അങ്ങനെ എന്താ ഇതിലേക്ക് പോവാനായി. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കുന്ന ദിവസമായി. അങ്ങനെ ഞങ്ങള് ഇപ്രാവശ്യം പോയപ്പോ ഞാനും ഉപ്പന്റെ കൂടെ പോയി. ഇപ്രാവശ്യം ഉപ്പ ബലതും പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്. അങ്ങനെ ഞാൻ എന്റെ ഇക്കാക്കും പോയി ബലദിലേക്ക്. അങ്ങനെ ബലദിലേക്ക് പോയപ്പോ എന്റെ ഉപ്പ എന്നിട്ട് ബലദിൽ ഈ ഗെയിം കടന്റെ മുന്നിലെത്തി. എന്നിട്ട് എന്റെ ഉപ്പ പറഞ്ഞേ ഉപ്പാന്റെ പൈസ ഇങ്ങനെ തീരാണെന്ന് ബ്ലാക്ക്മെയിൽ. അപ്പൊ ഞാൻ എൻ്റെ ഉപ്പാക്ക് വാക്ക് കൊടുത്തു, ഇത് ലാസ്റ്റാണ്, ഇനി ഞാന് നിങ്ങളോട് ഒരു ഗെയിമിന്റെ സാധനവും ചോദിക്കില്ല. വാക്ക് കൊടുത്തു. ഉപ്പാക്ക് 4ാം ക്ലാസ് പഠിക്കുന്ന ഞാന് 9ാം വയസ്സില്. എന്നിട്ട് ഉപ്പക്ക് അങ്ങനെ വാക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ ആ ഒരു ഏരിയയിൽ കുറേ ഗെയിം കടകളാണ്. അവിടെ ഒക്കെ പോയിട്ട് പൈസ ഒക്കെ ഇങ്ങനെ ബാർഗൈൻ ചെയ്ത ഏറ്റവും. അപ്പൊ ചിലര് പൈസയിലൊന്നും വലിയ കുറവ് വരില്ല, പക്ഷെ അവര് പറയും കൂടെ 2 ഗെയിം CD 3 ഗെയിം CD ഒക്കെ തരാന്നൊക്കെ പറഞ്ഞു. എക്സ്ട്രാ കൺസോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പ്ലേ സ്റ്റേഷൻ 2 വാങ്ങിച്ചു. 2 ഗെയിം അതിന്റെ കൂടെ പിക്ക് ചെയ്യാം.
ഞങ്ങള് തപ്പി 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 ഒന്ന് ഫിഫ ഫിഫ ഇതായിരിക്കും 12 11 അങ്ങനെ എന്തോ 10 ഫിഫ 7 ആയിരിക്കും. ഫിഫ 10 ആയിരുന്നു. 10 റൂണിയുള്ള റൂണിയുള്ള എന്താ ഫിഫ 10ഉം അതേപോലെ തന്നെ ബുള്ളി ഗെയിമും ഇത് രണ്ടും പിക്കൗട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് വന്നു, അങ്ങനെ ഗെയിം തുടങ്ങി. അതാണ് എന്റെ പ്ലേ സ്റ്റേഷന്റെ സ്റ്റോറി. അങ്ങനെ 4ാം ക്ലാസ്സിലാണ് ഞാൻ പ്ലേ സ്റ്റേഷൻ 2 വാങ്ങിച്ചത്. എന്നിട്ട് പിന്നെ പ്ലേ സ്റ്റേഷൻ 2ന് ശേഷം പ്ലേ സ്റ്റേഷൻ 3 ഇറങ്ങി, പ്ലേ സ്റ്റേഷൻ പോർട്ടബിൾ ഇറങ്ങി, പ്ലേ സ്റ്റേഷൻ 4 പോർട്ടബിൾ ഇറങ്ങി, പ്ലേ സ്റ്റേഷൻ 4 പ്രോ ഇറങ്ങി. എന്നിട്ടും ഞാൻ എൻ്റെ ഉപ്പനോട് ഒരിക്കൽ പോലും ഞാൻ ഒരു കൺസോള് വാങ്ങിച്ചു ചോദിച്ചില്ല. കാരണം വാക്ക് അതാണ് ഏറ്റവും വലിയ സത്യം. 4ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ഇതേപോലെ എനിക്ക് സൈക്കിള് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ ഉപ്പനോട് ചോദിക്കണ പോലെ ഞാൻ ഫുൾ ഉമ്മനോടായിരുന്നു ഒക്കെ ചോദിക്കല്. പിന്നെ ഉമ്മ ഇപ്പൊ ഒരു ഡിസ്കഷൻ നടത്തിയാക്കല്. അപ്പൊ ഉമ്മനെ പിന്നെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ ഈസി എന്റെ ഉമ്മ ഇങ്ങനെ കേൾക്കുന്നു. അപ്പൊ ഞാൻ ഉമ്മനോട് മറ്റേ സൈക്കിള് വാങ്ങാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞ് മറ്റേ ഇതേപോലെ സെയിം ഫുള്ള് A+ വാങ്ങിയാല് മേടിച്ചു തരാറ്. ഞാൻ ഇതേപോലെ ഫുള്ള് ഇരുന്ന് പഠിച്ച് ഫുള്ള് A+ ഒക്കെ മേടിച്ച് അങ്ങനെ സൈക്കിള് മേടിച്ച്. സൈക്കിളും അതും ഫുൾ A+ വാങ്ങി ഒരു 1 month ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നതിന്റെ ശേഷമൊക്കെയാണ് മേടിക്കണത്. കുറച്ച് ഡിലേ ആയി. അങ്ങനെ സൈക്കിള് മേടിച്ചു. അപ്പൊ ഇക്കാക്കനോട് പറഞ്ഞു നമുക്കൊരു മീഡിയം റേഞ്ചിലുള്ള സൈക്കിള് മേടിക്കാം, അതായത് നോട്ട് ടു സ്മോൾ നോട്ട് ടു ബിഗ്, നമുക്ക് രണ്ടാൾക്കും ഓടിക്കാം. അപ്പൊ ഞാൻ ഓക്കെ ഡീൽ, നോ പ്രോബ്ലം എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ നമ്മള് സൈക്കിള് മേടിച്ചു. ഒരു അടിപൊളി കോബ്ര അന്നത്തെ സൈക്കിള്, തീരെ വെയിറ്റ് ഇല്ല, BMX സൈക്കിള്, ബ്രൗൺ കളറ്, എന്താ പറയാ കിടിലോ അത്രക്കും അടിപൊളി സൈക്കിൾ കേട്ടോ. അങ്ങനെ ഞാൻ 2 ദിവസം അങ്ങനെ ഓട്ടാൻ പോയി. 2 ദിവസം ഓട്ടാൻ പോയപ്പോ പിന്നെ എക്സാം ആയി. അപ്പൊ ഉമ്മ പറഞ്ഞ് ഇനി എക്സാം കഴിഞ്ഞിട്ട് ഓട്ടാൻ പോയാൽ മതിയായിരുന്നു. അങ്ങനെ മറ്റേ സൈക്കിള് വീട്ടിലെടുത്ത് വെക്കണ ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ പോയിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഓടിക്കണം ഇങ്ങനെ നോക്കും ഒക്കെ. ഭയങ്കര ഡേ ഡ്രൈവിംഗ് ഇതൊക്കെ ആയിരുന്നു. എന്നിട്ട് എക്സാം കഴിഞ്ഞ് ഞങ്ങള് സൈക്കിൾ ഓട്ടാൻ പോയി. ഞാനും എന്റെ കാക്കയുണ്ട്. സൈക്കിൾ അവിടെ ഇല്ല. ഞങ്ങള് സൈക്കിൾ ഓട്ടാൻ പോയി. ഞങ്ങള് വീടിന്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്. സൈക്കിൾ ഓട്ടാൻ പോയി. എന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് ഒരു സാൻഡ്വിച്ച് ഷോപ്പ് പോയി. സാൻഡ്വിച്ച് ഷോപ്പ് പോയപ്പോ കാക്ക പറഞ്ഞ് ഈ പുറത്തുനിന്നോ ഞാൻ സാൻഡ്വിച്ച് മേടിച്ചിട്ട് വരാറ്. അങ്ങനെ ഞാൻ സൈക്കിൾ മേലെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാക്ക സാൻഡ്വിച്ച് വാങ്ങാൻ പോയി. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതായപ്പോ അതായത് ഞാൻ ഇങ്ങനെ സൈക്കിൾ മേലെ അവിടെ ഒരു കടന്റെ മുന്നിൽ ഇങ്ങനെ അപ്പൊ പോണവര് വരുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ഒരു കുറവായിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇറങ്ങിയിട്ട് പിടിച്ചിക്ക. അതില് 2 മറ്റേ അന്ന് ആ ഒരു ടൈമിലൊക്കെ സൗദിയില് ഈ ബ്ലാക്സ് ഭയങ്കര ക്രൈംസ് ആയിരുന്നു. ഫുള്ള് മറ്റേ സാധനങ്ങൾ തട്ടിപ്പറിച്ച് കൊണ്ടുപോവുക അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഓർക്കാണെങ്കിൽ വിസ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരെ വലിയ ആക്ഷൻസും കാര്യങ്ങളൊന്നും വരൂല. കാനഡയിലെ ഹോംലെസ്സിന്റെ ഒക്കെ പോലെ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുമ്പോള് ഇതേപോലെ 2 ചെക്കന്മാർ വന്ന് ഒരു ചെക്കന് എൻ്റെ കയ്യണ്ട് ഇതാക്കി മറ്റേ ചെക്കന് സൈക്കിൾ എടുത്ത് ഒരു ഓടി. ഞാൻ അപ്പൊ തന്നെ വാതിലോർന്നാണ്ട് സൈക്കിൾ എന്റെ കാക്ക ഓടിട്ടോ പിന്നാലെ. അപ്പോത്തിന് മറ്റേ സാൻഡ്വിച്ച് കടയുള്ള ആ മലയാളി മൂപ്പര് പറഞ്ഞ് എന്റെ കാക്കാനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഓരോ കയ്യിൽ വല്ല കത്തി ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ കാക്ക ഓടിയോ, അവന് കിട്ടിയൊന്നുമില്ല. എന്നിട്ടും അവന് കിട്ടിയില്ല. എനിക്കിങ്ങോട്ട് ഫുൾ സങ്കടായി. അതായത് ഇത്രയും ദിവസം ഞാൻ വീട്ടിൽ അങ്ങനെ വെച്ച് മര്യാദക്ക് അതായത് ഓട്ടിയൊരു പൂതിയൊക്കെ കഴിഞ്ഞാണ് പോവാണെങ്കിൽ ആയിക്കോട്ടെ. ഇത് ഓട്ടിയൊന്നും പൂതിയും കൂടിയും കഴിച്ചില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് ആശിച്ച് വാങ്ങിയൊരു സൈക്കിളായിരുന്നു. എന്നിട്ട് ഉമ്മക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് സൈക്കിൾ നിർത്തിയ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോയി നിർത്തിയ സ്ഥലം ഇങ്ങനെ നോക്കും വീട്ടില്. ഉമ്മക്കൊക്കെ ഭയങ്കര സങ്കടാവും. ഇങ്ങോട്ട് നീ ഇമോഷണലി ഉമ്മനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊന്നും വാങ്ങിക്കാറല്ല. അല്ലല്ല, ഞാൻ ലിറ്ററലി ഇങ്ങോട്ട് ഉമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാരല്ല നമുക്ക് ഒന്നുകൂടി മേടിക്കാക്കെ പറഞ്ഞ് പിന്നെ അതങ്ങനെ അങ്ങ് പോയി. ഞാൻ അങ്ങോട്ട് ആ ഒരു ടൈമില് മറ്റേ ആ ഒരു ഏരിയയിലൊക്കെ ഏതൊരു സൈക്കിൾ പോകുമ്പോഴും ഞാൻ ഒന്ന് നോക്കും ഇതെന്റെ സൈക്കിളാണോ എന്നൊക്കെയുള്ള രീതി. ബട്ട്
തിരിച്ചു കിട്ടിയില്ല. എനിക്കും ഈ പ്ലേ സ്റ്റേഷന്റെ സമയത്ത് സൈക്കിൾ വാങ്ങിക്കണോ പ്ലേ സ്റ്റേഷൻ വാങ്ങിക്കണോ എന്നുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഇക്കാക്കിയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളിങ്ങനെ ഇതായിരിക്കും. പിന്നെ എന്താന്ന് വെച്ചാല് എനിക്ക് സൈക്കിളോട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇനി അതൊക്കെ പഠിച്ചിട്ട് വേണം. അതൊന്ന്. രണ്ടാമത്തെ തന്നെ ഞാൻ നിന്നിരുന്ന സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഒരു ഫ്ലാറ്റില്. ഞങ്ങൾക്ക് എന്താ ലിഫ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഈ സൈക്കിൾ എന്നും കേറ്റേണ്ടി വരും. ശരി, ഞങ്ങളും സെക്കൻഡ് ഫ്ലോർ ആയിരുന്നു. ഞാൻ കേട്ടൊന്നും കേട്ടി. നീ കോബ്രന്റെ സൈക്കിളെല്ലാം വാങ്ങിച്ചാൽ കോബ്രന്റെ സൈക്കിളിന് വില കൂടുതലായിരുന്നു, വെയിറ്റ്ലെസ് ആയതുകൊണ്ട്. എത്ര 400 റിയാൽ. അങ്ങനെ ഭയങ്കര വില ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത് അത്യാവശ്യം ചീപ്പുള്ള സൈക്കിളായിരിക്കും. അപ്പൊ ഇത് പിടിച്ച് കേറ്റണ്ടേ. അപ്പൊ ആ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3 എന്ന് പറഞ്ഞാല് സൗദിയിൽ വൻ ചൂടാ. ഇതൊക്കെ ഞങ്ങളുടെ റീസൺസ്, ആർഗ്യുമെന്റ്സ്. സൗദിയിൽ ഭയങ്കര ചൂടാ, എപ്പോഴാ സൈക്കിളോട്ടാ, രാത്രി ആയാലും വീട്ടിൽ കയറണം, രാത്രി സൈക്കിളോട്ടാ സമ്മതിക്കൂല. പിന്നുള്ള ആകെ ഒരു ഉച്ച നേരം. പക്ഷെ പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചാൽ അതെപ്പോഴും കളിക്കാലോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഫുള്ള് ആർഗ്യുമെന്റ്സ്. പ്ലേ സ്റ്റേഷൻ ആണ് നല്ല ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ പ്ലേ സ്റ്റേഷനിൽ തീരുമാനിച്ചു ഞങ്ങൾ. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്റെ പിക്ചർ. അതെ അതെ, അങ്ങനൊക്കെ സംഭവം. ഇത് കേൾക്കുന്ന കുറെ പേർക്കും വേണമെങ്കിൽ ഇങ്ങനെ കുറെ റിലേറ്റ് ചെയ്യാവുന്ന സംഭവമായിരിക്കും. ഞാൻ ഫസ്റ്റ് കളിച്ച ഗെയിം കൺസോള് മറ്റേ സൂപ്പർ മേരിയോ ഉള്ളതായിരിക്കും. അത് ഇതേപോലെ മറ്റേ എൻ്റെ ഉമ്മ നാട്ടിക്ക് വന്നപ്പോ, അതായത് വെക്കേഷന് നാട്ടിക്ക് വന്നപ്പോ ഉമ്മ ഇതേപോലെ ഈ കൺസോൾ, അപ്പൊ ഒരു ന്യൂ തിങ് ആയിരുന്നു. അതും പണ്ടത്തെ മറ്റേ പെട്ടി ടി വി ഇല്ലേ, അതിലോട്ട് മറ്റേ റെഡും വൈറ്റും വൈറ്റുള്ള കണക്ട് ചെയ്തിട്ടേന് ഇതാക്കുക. അപ്പൊ അതൊരു ന്യൂ സംഭവമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ സൂപ്പർ മേരിയോ ഒക്കെ കളിച്ച് ഭയങ്കര ഒരു ഇന്നോവേഷൻ ആയിരുന്നു അത്. ശരിയാ. എന്റെ ബസ്സിലൊരു പയ്യൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല മറ്റേ സൺഡോപ്പ് ഒക്കെ കുടിച്ചിട്ട് അവന്റെ വീട്ടിൽ ഓൾറെഡി പ്ലേ സ്റ്റേഷൻ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് എറിയുന്നേ. അവന് ഹൈദരാബാദി ആയിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം അവന്റെ വീട്ടിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പം എന്റെ വീട്ടില് പ്ലേ സ്റ്റേഷൻ 2, അന്ന് പ്ലേ സ്റ്റേഷൻ 2 ആ ലേറ്റസ്റ്റ്. പ്ലേ സ്റ്റേഷൻ 2 ഉണ്ടെന്ന് മാത്രല്ല, ഇപ്പുറത്തെ സൈഡിൽ എക്സ്ബോക്സ് ഉണ്ട്. പ്ലേ സ്റ്റേഷൻ 2 ഉണ്ട്, എക്സ്ബോക്സ് ഉണ്ട്, പിന്നെ PSP ഉണ്ട്, പിന്നെ നിന്റെൻഡോ വി ഓർമ്മ ഉണ്ടോ നിനക്ക്? കൈയോണ്ട് ടെന്നീസ് കളിക്കാം, അതും ഉണ്ട്. എന്നിട്ട് ഇവന്റെ ഇത് ഞങ്ങൾ ലിവിങ് റൂമിലായിരുന്നു. എന്നിട്ട് ഇവന്റെ റൂമിൽ സ്വന്തമായിട്ട് TV ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ലൈഫ് ആയിരുന്നു ഇവന്. അപ്പൊ അമേരിക്കയിലാ. അപ്പൊ ഞാൻ എന്നിട്ട് ഇവന്റെ വീട്ടിൽ പോയിട്ടാണ് ആദ്യമായിട്ട് WWE ഗെയിം കളിക്കണത്. എന്നിട്ട് അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് എന്റെ ഉള്ളിൽ ആ മോഹം ഉണർന്നത്. കമ്പ്യൂട്ടറിലായിരുന്നു. കമ്പ്യൂട്ടറിൽ WWE ഒന്നും കിട്ടൂലായിരുന്നു. ഞാൻ കളിച്ചിരുന്നു. എന്റെ അടുത്ത് കമ്പ്യൂട്ടറിൽ ആ ഗെയിംസ് ഒന്നും ഇല്ലായിരുന്നു. എന്റെ അടുത്ത് പിങ്ക് പാന്തർ ഒക്കെ ആയിരുന്നു. ഞാൻ ഫുൾ PC ഗെയിമർ ആയിരുന്നു. മറ്റേ സാൻ ആൻഡ്രിയാസ്, വൈസ് സിറ്റി, GTA 3 കളിച്ച്, വൈസ് സിറ്റി കളിച്ച്, സാൻ ആൻഡ്രിയാസ് കളിച്ച്. പിന്നെ വരുന്ന GTA 4 ആണ്. ഗ്രാഫിക്സ് കുറച്ച് കൂടി 4 അങ്ങോട്ട് ഇതാക്കിയപ്പോത്തിന് ഗ്രാഫിക്സ് കാർഡ് വേണമെന്ന്. അപ്പൊ GTA സീരീസ് അവിടെ നിന്ന്. പിന്നെ FIFA 7 കളിച്ച എനിക്ക് ഓർമ്മ ഉണ്ട്. അതിലിങ്ങോട്ട് 7ന്റെ ഡെമോ, അതിലിങ്ങോട്ട് തിയറി ഹെൻറി ഉണ്ടായിരുന്നത്. അന്ന് ആരാതും കൂടി അറിയില്ല ഹെൻറി ഒക്കെ. പിന്നെ അതേപോലെ ബുള്ളി, പിന്നെ അങ്ങനത്തെ മറ്റേ റോഡ് റാഷ് അങ്ങനത്തെ കളി. പിന്നെ മറ്റേ ഏതായിരുന്നു, മാഡ് മാക്സോ ഏതായിരുന്നു ആ ഒരു ഗെയിം? ഇതേപോലെ GTA ഇറയിൽ തന്നെ വന്നൊരു മാക്സ് പെയിൻ. അതും ഇതേപോലെ മാക്സ് പെയിൻ. അതിലാ മറ്റേ സ്ലോ ആയിട്ട്. അത് മാക്സ് പെയിനിലെ ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാല് നമ്മളിങ്ങനെ ചാടി വെടിവെക്കും സൈഡിലേക്ക്. പക്ഷെ നമ്മളെ ചാടി വെടിവെക്കുമ്പോ സ്ലോ മോഷൻ ആകും. അതെ, ഗെയിം അങ്ങ് സ്ലോ മോഷൻ ആകും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചാടി സിനിമാറ്റിക് സ്റ്റൈലില് നമുക്കിങ്ങനെ കറക്റ്റ് ഒപ്പോണന്റിന്റെ ടാർഗറ്റിനെ നമുക്കിങ്ങനെ എയിം ചെയ്ത് അങ്ങ് വെടിവെച്ച് നമുക്ക് വീഴാം. സെറ്റ് ആയിരുന്നു. അതായിരുന്നു മാക്സ് പെയിൻ അറിയപ്പെടുന്ന തന്നെ ആ ഒരു സ്ലോമോ ജമ്പിലായിരുന്നു. മാക്സ് പെയിനും ഭയങ്കര അണ്ടർറേറ്റഡ് ഗെയിമാ. വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് ഈ ഗെയിം അറിയുള്ളൂ. നമ്മൾ ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 10:30 പൊതുവെ ഈ സമയത്ത് നമ്മൾ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഒരു ഉച്ചമുക്കാലിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറ്. പുറത്ത് എത്ര ടെമ്പറേച്ചർ സമയം? പുറത്ത് -3 ആണ്. -8 വരെ പോകുന്നാണ് കാലനിരീക്ഷകർ പറയുന്നത്. കാലാവസ്ഥ നിരീക്ഷകർ. അതെ, കാലം നിരീക്ഷകർ അങ്ങനെ പറയാ. കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് ഭയങ്കര തണുപ്പാണ്. പക്ഷെ കുഴപ്പമില്ല,
വലിയൊരു സീനില്ല, ഞാൻ കുറച്ചായി പുറത്തിറങ്ങിയിട്ട്. കുഴപ്പമൊന്നുമില്ല, വലിയ സീനൊന്നുമില്ല. ഞാൻ സെമീറും ഇപ്പം അടുത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് അല്ല ഇപ്പം അടുത്ത് ഞാനിങ്ങനെ രാത്രി ഒരു നൈറ്റ് ഡ്രൈവിന് പോയിരുന്നു. അങ്ങനെ നൈറ്റ് ഡ്രൈവിന് പോയപ്പോൾ ഞാൻ ഒരു റോഡിൽ കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഈ റോഡ് ഞാൻ സ്ട്രെയിറ്റ് അങ്ങ് ഓടിക്കും, ഇത് എവിടെ എത്തുന്നത് നോക്കട്ടെ, ഈ റോഡ് എവിടെ എൻ്റെ എന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് ഓടിക്കാൻ തുടങ്ങി. സ്ട്രെയിറ്റ് ഓടിച്ചിട്ട് ഇതിനൊരു എൻഡ് വരുന്നില്ല. അപ്പോൾ ഈ റോഡ് ഞാൻ ഇത്രയും നീളമുള്ള റോഡോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ഞാൻ എൻ്റെ സിറ്റി വിട്ട് പോയി. എന്നിട്ട് ഞാൻ സെയിൻറ്റ് ജേക്കബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിറ്റിൽ ടൗണിലെത്തി. ഈ ലിറ്റിൽ ടൗണിൽ ഞാൻ കടന്നുപോയി. എന്നിട്ട് ഞാൻ അങ്ങനെ നേരെ പോവാം. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ കൺട്രി സൈഡ് വെളിച്ചു. ഇത് രാത്രി ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്, രാത്രി ഒരു മണിയായിട്ടുണ്ടാകും. ഞാൻ ഇങ്ങനെ അങ്ങനെ ഓടിച്ച് നോക്കിയപ്പോൾ ഒരു കൺട്രി സൈഡ് എത്തി. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വീടുകളുണ്ട് പക്ഷെ വീടുകൾക്കൊന്നും ലൈറ്റ് ഇല്ല, പുറത്തിട്ടിരിക്കുന്ന ലൈറ്റ് പോലും ഇല്ല വീടുകൾക്ക്. അങ്ങനെ ഞാൻ ഇങ്ങനെ പോവാ, ഇങ്ങനെ പോയിക്കൊണ്ട് നിന്നപ്പോൾ അതാണ് എൻ്റെ കാറിന് നല്ല ടിൻറ്റഡ് വിൻഡോസ് ആണ്. അപ്പോൾ ഭയങ്കര ഇരുട്ട് പുറത്ത്, ഭയങ്കര ഡാർക്ക്. അങ്ങനെ പോയിട്ട് റോഡ് തീർന്നിട്ട് മറ്റേ ടാറിടാത്ത റോഡിൽ ഞാൻ എത്തി. ടാറിടാത്ത റോഡിലെത്തിയപ്പോൾ ഞാൻ ഇതിപ്പോ ഇനി ഡേഞ്ചറാണ്, എനിക്ക് ഈ സ്ഥലം എന്താണെന്നറിയില്ല, കുറെ ഒഴിഞ്ഞ വീടുകള് അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കാം. അപ്പൊ ഞാൻ ഓക്കെ ഇത് തിരിക്കണം എന്ന് വിചാരിക്കാം. പക്ഷെ എനിക്കൊരു പേടി, ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കാട് പോലെ, എനിക്കൊരു പേടി. ഞാൻ ഇപ്പൊ വണ്ടിയാണ് നിർത്തിയ ആരെങ്കിലും ഒക്കെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പൊ എനിക്ക് നിർത്താനും ഒരു മടി. എന്നിട്ട് ഞാനിങ്ങനെ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് നിർത്തിയിട്ട് പെട്ടെന്ന്, അതും ടാറിടാത്ത റോഡാ, അപ്പൊ അധികം ഒന്നും പെട്ടെന്ന് തിരിക്കാൻ പറ്റും. ഞാൻ തിരിച്ച് അങ്ങനെ ഞാൻ മടങ്ങി. പിറ്റേ ദിവസം ഞാൻ സെമീറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും സെമീറും ഇതേ റോഡിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇതേ സെയിം റോഡിലൂടെ ഇതേപോലെ നമ്മള് ഒരു റോഡ് ഈ റോഡിന്റെ അറ്റം വരെ നമുക്ക് പോവാം. അതായത് സയാൻ എന്നോട് സംഭവം പറഞ്ഞു, എന്നിട്ട് നമുക്കൊന്ന്, അതായത് ധൈര്യത്തിന് ഒരാളെ കൂട്ടി, അതെ ഇൻ അതർ വേർഡ്സ്, അതെ. എന്നിട്ട് ഞങ്ങളിങ്ങനെ ആ റോഡിലൂടെ പോയി ഇവൻ പറഞ്ഞ അതിൽ ടാറിടാത്ത റോഡൊക്കെ എത്തി. അപ്പൊ ലിറ്ററലി നോക്കുകയാണെങ്കിൽ സൈഡിൽ ഫുള്ള് പാഡി ഫീൽഡ്സും സംഭവങ്ങളൊക്കെ, പിന്നെ ഇങ്ങനെ ഫാം ഹൗസുകള്, പിന്നെ വീടുകളൊക്കെ ആണെങ്കിൽ ലൈറ്റ്, സംഭവം 1 മണി എന്തോ സമയമൊക്കെ ആയിണ്. പക്ഷെ എന്നാലും ഒരു പ്രകാശം ഒന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്ത് ഇതൊന്ന് ഈ എക്സ്പീരിയൻസ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഹൊറർ തീം സോങ്സ്, അങ്ങനെ ഇൻസീഡിയസും കോഞ്ചറിങ്ങിലും പാട്ടുകളും മ്യൂസിക്കുകളും ഒക്കെ ഇട്ടു. അപ്പൊ ഭയങ്കര എഫക്റ്റ് വന്നു. പിന്നെ നമ്മൾ ഫുൾ ഓരോ ഔട്ട്കംസിനെ കുറിച്ച് സംസാരിക്കുക. അതായത് ഒന്നെങ്കിൽ മറ്റേ നമ്മള് ഈ നാട്ടില് ഒക്കെ പറയുന്ന പോലെ വണ്ടിമക്ക് മുട്ടെറിയുമ്പോ വൈപ്പർ ഇടുമ്പോ ഫുള്ള് സ്പ്രെഡ് ആകുമ്പോ സെമീർ എന്നോട് പറയാം, ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാരണവശാൽ മുട്ടെറിയാണെങ്കിൽ നീ വൈപ്പർ ഇടരുത്. അതൊന്ന്. രണ്ടാമത്തത് നടുവിലോ അല്ലെ നമ്മൾ പോണ ടൈമില് നടുവിലോ എവിടെയെങ്കിലൊക്കെ ഒരാളെ കാണുകയാണെങ്കിൽ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട, അടിച്ചിട്ട് പോയിക്കോ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. സെമീർ ഒരാള് മനുഷ്യനാന്നും കൂടി നീ ചിന്തിക്കണ്ട, ഇടിച്ചങ്ങ് പൊക്കോ, നിർത്താൻ നിൽക്കണ്ട, ബാക്കി നമുക്ക് പിന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും നമ്മളെന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ അറ്റാക്ക് ചെയ്യാം. കുറെ കൂട്ടം കൂടിയിട്ട് ആൾക്കാർ വന്നാണ് അറ്റാക്ക് ചെയ്യുക, അത് നമ്മുടെ ടയർ പഞ്ചർ ആവാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ അതായത് ആദ്യം നമ്മൾ കുറെ ഔട്ട്കംസ് ഇങ്ങനെ പറഞ്ഞ്, കൂട്ടായിട്ട് ആൾക്കാർ വരുമ്പോൾ നമ്മൾ സ്പീഡ് പോയാൽ അത് നടക്കൂല, അങ്ങനെ ഓരോ ഔട്ട്കംസ് പറഞ്ഞ്. പിന്നെ നമ്മൾ ആലോചിക്കാത്തൊരു ഔട്ട്കമ്മിനെ കുറിച്ച് ആലോചിച്ച്, അതായത് വല്ല കൂട്ടർ എന്തെങ്കിലും ടയർ സ്പൈക്സ് ഇട്ടാല് ടയർ പൊട്ടിയാൽ വണ്ടി ഓടിക്കാൻ കഴിയൂല. പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാര്യം ട്രാപ്പ് ചെയ്യണമെങ്കിൽ ഗോ ഫോർ ദ ടയർ സ്പൈക്സ്. അതെ, ടയർ സ്പൈക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി എടുത്ത്, പിന്നെ നമ്മൾ ഓപ്പൺ ടാർഗറ്റ് ആണ്, നമ്മൾ അവിടെ അങ്ങ് നിൽക്കുക. അതും ആ ഒരു സ്ഥലത്ത് തന്നെ നമ്മളെ പിടിച്ചാലോ തോന്നായാല് ഒരു മനുഷ്യനറിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ ഓരോ ഔട്ട്കംസിനെ കുറിച്ച് സംസാരിക്കുക. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ പോകുമ്പോ നമ്മൾ നിർഭാഗ്യവശാൽ ഒരു മാഫിയ ഒരാളെ കൊല്ലണ കണ്ട് നമ്മൾ എന്താ ചെയ്യാ? എന്തൊക്കെ കോൺവെർസേഷൻ. ആ പോഡ്കാസ്റ്റ് അടിപൊളിയാവേ. സത്യം. അതായത് ലിറ്ററലി രണ്ടാൾക്കാർക്കും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ റേസ് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് ഈ ഒരു പേടി പോവണ്ട. അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ ആഡ് ചെയ്യുന്നത് ഗിൽറ്റി പ്ലഷറോ അല്ലെ. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ എന്താ ചെയ്യാ, എല്ലാം ഒരു സിറ്റുവേഷൻ വന്ന് വേർ വി ഹാവ് ടു ആക്ട് അപ്പോൺ ഇറ്റ്. ലൈക്ക് ഒന്നെങ്കിൽ നമുക്ക് ആക്ട് അപ്പോൺ ഇറ്റ്, അല്ലെങ്കിൽ വി ക്യാൻ വാക്ക് അവേ. കോമഡി എന്താന്ന് വെച്ചാല് സെമീർ എന്നോട് പറഞ്ഞേ, അല്ല ഞാൻ സെമീറിനോട് ചോദിച്ചു, നീ ഒരാളിപ്പോ ഇങ്ങനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതോ കണ്ട് എന്നിട്ട് ഹെൽപ്പ് എന്നിങ്ങനെ വിളിക്കുകയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നീ ആണെങ്കിൽ നിർത്തോ ഇല്ലേ? അപ്പോൾ സെമീർ എന്നോട് ചോദിക്കാം, ആണാണോ പെണ്ണാണോ?
അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണാണ്. അപ്പൊ സെമീർ പെണ്ണാണെങ്കിൽ ഞാൻ നിർത്തിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ആണാണെങ്കിൽ അത് അയാളുടെ വിദ്യാന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ ആളാണെങ്കിൽ ഒന്നെങ്കില് ഇയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഇയാൾ എന്തേലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതെന്താ പെണ്ണുങ്ങളൊന്നും ചെയ്യില്ലേ? രണ്ടാമത് എന്നുള്ളത് ഈ കൊല്ലാനുള്ള ആളെ കയ്യിൽ കത്തി നിൽക്കുകയാണ്. അപ്പൊ എന്തേലൊക്കെ ചെയ്ത ഒരാളെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ പെണ്ണാമത്തെ കത്തി ഉണ്ടാവില്ലേ? നമ്മള് പറഞ്ഞത് വേറെയായിരുന്നു. അതായത് ഒരു പെണ്ണിനെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണെങ്കിലോ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സംഭവമാണെങ്കിൽ ഞാന് അതായത് ചിലപ്പോ ഞാന് അവിടെ പോയി ഇങ്ങാണ്ട് ആരടാ അവിടെ എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ റീലത്തൊക്കെ മാതിരി ഹെവനിലെത്തിണ്ടാവും. ആരടാ അവിടെ ചിലപ്പോ ഞാൻ എത്തിണ്ടാവും റീലിലൊക്കെ ഉള്ള മാതിരി. പക്ഷെ ഞാനൊരു ധീരയോദ്ധാവരെ പോലെ മരിക്കും. അതെ, സെമീർ എന്നോട് പറഞ്ഞു ആണാണെങ്കിൽ നാച്ചുറലി കുറച്ച് സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ ഫൈറ്റ് ചെയ്യുന്ന ആളൊരു ഏറെക്കുറെ ഈക്വൽ ആയിരിക്കും. അപ്പൊ അയാൾ വിചാരിച്ച അയാൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. പക്ഷെ പെണ്ണാകുമ്പോൾ നാച്ചുറലി അത്ര സ്ട്രെങ്ത് ഉണ്ടാകില്ല. ഒരു ആണാണ് ഇവരെന്തെങ്കിലും ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ സെമീർ ഞാൻ എന്നെ തന്നെ അങ്ങ് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഞാൻ സഹായിക്കും, ഞാൻ തടുക്കാൻ നോക്കും, അതിൽ ഞാൻ മരിച്ചു പോവാണെങ്കിൽ മരിച്ചു പൊക്കോട്ടെ. അതെ, പക്ഷെ എന്റെ പ്രാർത്ഥന എന്താ വെച്ചാ ജീവിതകാലം മുഴുവൻ ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്ന ഞാനങ്ങ് ആക്ട് ചെയ്തു പോകും. നമ്മള് കേട്ട് ഇങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അതായത് നമ്മൾ അങ്ങനത്തെ അപ്പൊ സെമീർ ഞാൻ ആരോടോ ഇവിടെ എന്ന് വെച്ചിട്ട് പോകും. ഞാൻ പറയാ മണ്ട. ഫസ്റ്റ് റൂൾ എന്താന്ന് വെച്ചാല് എലമെന്റ് ഓഫ് സർപ്രൈസ് ആണ്. നമ്മൾ വരുന്ന അയാൾ അറിയരുത്. ഫസ്റ്റ് നമ്മൾ ഇയാളെ രണ്ട് തല്ലണം. അതായത് ബാക്ക് നമ്മള് മാക്സിമം നോക്കൗട്ട് ചെയ്യാൻ നോക്കാം. അതെ, അപ്പൊ മാക്സിമം അയാളെ മാക്സിമം ഹേർട്ട് ചെയ്യാൻ നോക്കണം. എന്നിട്ട് നമ്മളെ എന്താ മോളെ പ്രശ്നം ചോദിക്കണം. അതെ, എന്നിട്ട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം അപ്പോത്തിന് അപ്പൊ എവിടെ അറ്റാക്ക് ചെയ്യും, എവിടെയാണ് സ്പോട്ട്, ഏതാണ് മർമ്മം, തലക്കാണോ അതോ ബോൾസിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിഞ്ഞിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിട്ട് തലന്റെ ബാക്ക് അടി. അതെ, UFC പോലും മിക്സ്ഡ് മാർഷ്യൽ ആർട്സിൽ പോലും തലന്റെ ബാക്കിൽ അടിക്കല് ഇല്ലീഗലാണ്. അത്രക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പൊ തലന്റെ ബാക്കാണ് ഞങ്ങളും പ്ലാൻ ചെയ്ത് ഒടുവില് വന്നത്. പിന്നെ സെമീർ ഞാനും നീയാണെങ്കിൽ ഒരാള് ബോൾസിനും ഒരാള് തലക്കും. അതായത് ഇപ്പൊ ഞങ്ങള് രണ്ടാളും ഒരാള് നേരിടാണ്. അപ്പൊ അറ്റാക്ക് ചെയ്യുമ്പോ നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആവണം. അങ്ങനെ ഞങ്ങളൊരു ഡിസിഷൻ. അതെ, അല്ലാതെ ഈ തല്ല് വരാൻ നേരത്ത് നമ്മള് ഇങ്ങനെ തല്ല് വരാൻ നേരം നമ്മള് ഇതായാലും നമുക്കാരും കിട്ടൂല. അപ്പൊ നമ്മളൊരു ഡിസിഷനിലെത്തി. അതിപ്പോഴും ഡിസൈഡ് ആയിട്ടില്ല. നമ്മളതിൽ ഒരാള് അയാളെ ബോൾസിന് കിക്ക് ചെയ്യും, രണ്ടാമത്തെ ആള് അയാള് ജോന് പഞ്ച് ചെയ്യും. കിക്ക് നമ്മൾ ആദ്യം ആലോചിച്ചു. പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങൾ ട്രെയിൻഡ് ഫൈറ്റേഴ്സ് അല്ലാത്തതുകൊണ്ട് കിക്ക് ചെയ്യാൻ നിന്നാൽ ചിലപ്പോ ഉന്നം തെറ്റിന്ന് വരാം. ചിലപ്പോ ഇയാളുടെ ഷോൾഡറിന് ഒരു കൊണ്ട് അയാൾ ഇന്നെ തന്നെ നോക്കി കഴിഞ്ഞില്ല. പിന്നെ കിക്കിന് ഇപ്പം കിക്കണ്ട് വരുമ്പോ അയാളാണ്ട് പിടിച്ചാല് അങ്ങാണ്ട് പിന്നെ കിക്ക് ചെയ്യുമ്പോ നമ്മൾ ഒരു കാലിൽ ഒരു ബാലൻസിലല്ല നിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് സ്ലിപ്പായി വീണാല് അത് സീനാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഒരാള് ആദ്യം ബോൾസിനെ അറ്റാക്ക് ചെയ്യും, രണ്ടാമത്തെ ആള് തലക്ക്. അങ്ങനെയാണ് ഞങ്ങളെ എതിരാളികളെ നേരിടാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു ഞാനും സെമീർ ഒരു 1.5 ടീമാണ്. ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മള് എക്സ്പെക്ട് ചെയ്യണം ഇപ്പം പല സിറ്റുവേഷൻസ് വരാം, വല്ല കൊള്ളക്കാരോ പിടിച്ചു പറിക്കാരോ എന്തും വരാം. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ പതറരുത് രാമൻകുട്ടി, പതറരുത്. സിറ്റുവേഷൻ എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സമീർ പറഞ്ഞ പോലെ എന്ന് പറയുമ്പോ മറുപടി ഒന്നും ഇല്ല. പോലെ ഇന്ത്യൻ പ്രണയകഥയില് ഓടുന്ന പോലെ ഞാൻ സെമീർ നോക്കുമ്പോ സെമീർ പിന്നെ പിറ്റേ ദിവസം സെമീർ പോഡ്കാസ്റ്റില് നിർഭാഗ്യവശാൽ എന്റെ പോഡ്കാസ്റ്റ് പാർട്ണർ എനിക്ക് നഷ്ടപ്പെട്ടു. ഫോർ ന്യൂ പോഡ്കാസ്റ്റ് പാർട്ണേഴ്സ്. അയ്യോ, ധീരനായാണ് മരിച്ചത്. പക്ഷെ അതൊരു സ്കില്ലാട്ടോ, നല്ല രീതിയിൽ ഓടാനറിയാം. അതെ, ഈ വലിയ
UFC ഫൈറ്റിങ്, കോമ്പാറ്റ് സ്പോർട്സ് ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കാണൽ മാത്രമല്ല, ഞാൻ ഇവരുടെ ഇന്റർവ്യൂസ്, ഇവരുടെ ലൈഫ് സ്റ്റോറി ഇതൊക്കെ ഞാൻ കാണാറുണ്ട്. അവരൊക്കെ എത്ര വലിയ ഫൈറ്റേഴ്സ് ആവട്ടെ, എത്ര വലിയ ചാമ്പ്യൻ ആവട്ടെ, അവരൊക്കെ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫൈറ്റ് വരികയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവിടുന്ന് തടി രക്ഷിക്കാൻ നോക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓടുമ്പം ഞാനൊരു 10 ആളെ തല്ലിയിട്ടു, ഒരു 100 പേരെ കൂടി അയക്കുന്നോ ഷേർഖാൻ എന്ന് പറയുന്ന പോലെ ആകില്ല. അയ്യേ ഓടിപ്പോയി എന്ന് പറയാം, പക്ഷെ ജീവൻ ബാക്കി കിട്ടും. അതെ, കാരണം എന്താന്ന് വെച്ചാല് ഈ സ്ട്രീറ്റ് ഫൈറ്റ് എന്ന് പറയുമ്പോ റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല, എന്തും സംഭവിക്കാം. പിന്നെ ഫസ്റ്റ് നമുക്ക് ബോൾസിനൊക്കെ കിട്ടിയാല് നമ്മളൊരു 10 മിനിറ്റ്സിനോട് സ്റ്റക്ക് ആവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഫസ്റ്റ് ബോൾസിനെ അറ്റാക്ക് ചെയ്യണം. അതെ, അല്ലെങ്കിൽ ബോൾസിനെ അറ്റാക്ക് ചെയ്ത് ഓടുക, അല്ലെങ്കിൽ ആദ്യം തന്നെ ഓടുക. അതെ, ബോൾസിനെ അറ്റാക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, ഒപ്റ്റിമൽ. ഓട്ടമാണ് ഏറ്റവും വലിയ ആയുധം. ഓടാൻ പഠിക്കണ നല്ലതാണ്. അതെ, അപ്പൊ ഞാനും സെമീറും ഒരു അടിപൊളി ടീം ആയതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്താണ്. ഞങ്ങൾക്ക് ഈവൻ ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ വരെ ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ക്രിസ്മസിന് ഞാനും സെമീറും ടൊറോണ്ടോ പോയപ്പോൾ അവിടെ ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഈ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിന്റെ ഉള്ളില് നല്ല അടിപൊളി സ്റ്റോൾസും കാര്യങ്ങളും, നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ മൊത്തം ലൈറ്റ്സും ഇതൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുറെ ലൈറ്റ് ഷോ. അതെ, സെമീർ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുന്നത്തെ ആഴ്ച ഞാൻ എൻ്റെ ഒരു നൈറ്റ് ഡ്രൈവിന് പോയപ്പോൾ ഞാൻ അങ്ങ് വണ്ടി ഓടിച്ച് ടൊറോണ്ടോ എത്തി. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഞാൻ സെമീറിനും കാണിച്ചു കൊടുക്കല്ലോ വിചാരിച്ചു. ഞങ്ങൾ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് പോയി. ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് കയറാൻ നിന്നപ്പം അവരുടെ സെക്യൂരിറ്റി എന്നെ തടഞ്ഞിട്ട് പറഞ്ഞേ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല. ടിക്കറ്റ്. അപ്പൊ അവര് ഇന്ന് ക്ലോസ്ഡ് ഇവന്റ് ആണ്, ടിക്കറ്റ് ഇല്ലാതെ കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതേ സംഭവം കാണാനാ വന്നത്, ഫ്രീ ആയിട്ടൊക്കെ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്താ ഉണ്ടായിരുന്നു അതന്നെ അവിടെ ഉണ്ടായിരുന്നു, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ ലേഡി പറഞ്ഞ് ക്രിസ്മസിന്റെ ഒരാഴ്ച മുന്നേയും ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ചയും ടിക്കറ്റ് വെക്കാറുണ്ട്. കാരണം അതാണ് ഈ വെക്കേഷൻസ് ഒക്കെ ഉള്ള സമയം. അപ്പൊ ഒരു ബുദ്ധി കളിച്ച. അപ്പൊ ഞാൻ അവരോട് ഓക്കെ ടിക്കറ്റിന് എത്ര പ്രൈസ് എന്ന് വെച്ചാൽ, അപ്പൊ ഒരു ടിക്കറ്റിന്റെ പ്രൈസ് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു, സെമീർ ഇങ്ങനെ തിരിഞ്ഞു. ഞാൻ സെമീർ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൂടി. അതായത് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇത് ഇത്രല്ലേ ഉള്ളു, നമുക്ക് കേറി നോക്കണ്ടേ, വെറുത്തിട്ടാവും ഒന്നുമില്ല. അതെ, ഞാൻ സെമീർ ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾ 2 ആൾക്കാരമായല്ലോ ടിക്കറ്റ് എടുത്ത് കയറാനൊന്നും നമുക്ക് വയ്യ, ടിക്കറ്റ് ഇല്ലാതെ ഏതെങ്കിലും വഴി നോക്കാന്ന് ഞങ്ങൾ 2 ആൾക്കാരെ മനസ്സിലങ്ങ് വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങള് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ സ്നീക്ക് ചെയ്ത് കയറാന്ന് വിചാരിച്ചു. കാരണം കൊറേ എൻട്രൻസ് ഉണ്ട്. ഈ ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാംഗിൾ ചുറ്റും ബിൽഡിംഗ്, അതുകൊണ്ട് അതിന്റെ ഉള്ളിലാണ് ഇത് ഫുള്ള് നടക്കുന്നത് ഓപ്പൺ ആയിട്ട്. അങ്ങോട്ട് ഈ ബിൽഡിങ്സിലൊക്കെ ഷോപ്പുകൾ ഉണ്ട്. ഷോപ്പ് 2 സൈഡൊന്നും എൻട്രൻസ് ഉണ്ട്. അതായത് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറിയാല് അതിന്റെ ഉള്ളിൽ എൻട്രൻസ് ഉണ്ട്, പുറത്തു കൂടെ നമ്മൾ നടക്കുമ്പോ അവിടുന്നും ഷോപ്പ്സ് എൻട്രൻസ് ഉണ്ട്. എന്നിട്ട് അപ്പൊ ഞാനും സെമീറും അങ്ങനെ ഓരോ ഡോർസ് ഇങ്ങനെ ട്രൈ ചെയ്യാം, ഓരോ ഷോപ്പിന്റെ. കാരണം ഒരു ഷോപ്പ് കയറിയ അവരുടെ മറ്റേ എൻട്രൻസ് കൂടെ നമുക്ക് ഇറങ്ങിയാൽ മതി. ഇവര് പൊട്ടന്മാരല്ലല്ലോ, അതെ, ഇവര് ഇവന്റ് മാനേജ്മെന്റ് ടീമൊക്കെ അല്ലേ. അപ്പൊ ഇവര് പുറത്തുനിന്നുള്ള എല്ലാ കടകൾക്കുള്ള എൻട്രൻസും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡിൽ നിന്ന് മാത്രമേ എൻട്രൻസ് ഉള്ളൂ. അപ്പൊ പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഞങ്ങള് ഹിറ്റ്മാൻ ഗെയിം ഒക്കെ കളിക്കണം, ലിറ്ററലി ഹിറ്റ്മാനിലെ ഗെയിം കളിക്കുന്ന പോലെ നമ്മളിത് കാണും. കാരണം എന്താന്ന് നമ്മളെ മിഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയറാം. നമ്മളുടെ ഇതെന്ന് പറഞ്ഞാല് നമ്മളിതിങ്ങനെ ഓരോന്ന് കേട്ടിട്ട്. ഹിറ്റ്മാനിലും ഇതേ സംഭവമാണ്. അതായത് ഹിറ്റ്മാനിൽ ഇവര് മിഷൻസ് ഒക്കെ കളിക്കുമ്പോ മാക്സിമം ഓരോരോ വഴിയൊക്കെ തപ്പി റഡാർ ഭയങ്കര ലോക്കിയായി വെക്കും, കണ്ണിലൊന്നും പെടാതെ. അപ്പൊ ഞങ്ങളും അതേപോലെ ആരും കണ്ണിലൊന്നും പെടാതെ ഇങ്ങനെ നോക്കി. അങ്ങനെ ഞങ്ങള് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കയറി സ്റ്റെപ്പൊക്കെ കയറി. ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്കൊരു ഹോപ്പ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഏറ്റവും മുകളിലെത്തിയപ്പോ നമുക്ക് മനസ്സിലായി ഇത് പുറത്താ ബിൽഡിംഗ് ഉള്ളു. അങ്ങനെ നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മള് പരിശ്രമം അവസാനിപ്പിച്ചില്ല, കൈവെടിഞ്ഞില്ല. അതെ, ഞങ്ങള് ലൈലാം ജാന്റെ മോമാട്ടോ ഞങ്ങളെ മലയാളം പഠിപ്പിച്ചത് ഹൈസ്കൂളിൽ. അങ്ങനെ ഞങ്ങള് വീണ്ടും ഇതിങ്ങനെ ചുറ്റി നടന്നു.
അപ്പോൾ ചുറ്റി നടന്നപ്പോൾ വീണ്ടും ഒരു ബിൽഡിങ്ങിൽ ഒരു ലിഫ്റ്റ് കയറാനുള്ള ഒരു പ്ലോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി സെക്കൻഡ് ഫ്ലോർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോർ എത്തി. സെക്കൻഡ് ഫ്ലോർ എത്തിയിട്ട് നമ്മൾ ഇവരുടെ ഒരു ഫയർ എക്സിറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റെയർ കേസ് താഴേക്ക് തന്നെ ഇറങ്ങാനുള്ളത്. അപ്പം ഈ ഫയർ എക്സിറ്റിൽ നമ്മൾ കയറിയിട്ട് ഫയർ എക്സിറ്റ് ഇറങ്ങി. ഫയർ എക്സിറ്റ് വേറൊരു എൻട്രൻസ്. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോ നമുക്ക് മ്യൂസിക്കും ആൾക്കാരെ ഭയങ്കര ക്രൗഡിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു പാർട്ടി വൈബ് കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പബ്ബ്, ആ പബ്ബിൻ്റെ ഉള്ളിൽ ഒരു പ്രൈവറ്റ് പാർട്ടി നടക്കുകയാണ്. ഈ പബ്ബിൻ്റെ ഞങ്ങൾ കയറുന്നത് ബാക്ക് എൻട്രൻസിലൂടെയാണ്. ഞങ്ങൾക്ക് ഫസ്റ്റുള്ള വ്യൂ തന്നെ പബ്ബിന്റെ ഉള്ളിലേക്കുള്ള ഉള്ളിലെ വ്യൂ ആണ്. അതും അവിടെ കോട്ട് ട്രാക്സും കാര്യമൊക്കെ വെച്ചാണ്. അങ്ങനെ ഈ നമ്മളുണ്ട് കയറി ഇവരുടെ മെയിൻ എൻട്രൻസിലൂടെ ഇറങ്ങിയ നേരെ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് ആണ്. അത് നമ്മൾ സോർട്ട് ചെയ്തു, ലൈക്ക് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഇതായിട്ട് നമ്മളിങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ ഡ്രസ്സിലാണ്, ഇവിടെ പ്രൈവറ്റ് പാർട്ടി എല്ലാവരും ഫോർമൽ ക്ലോത്ത്സ്, ഫ്ലാഷി ക്ലോത്ത്സ്, എല്ലാവർക്കും എല്ലാരെയും അറിയാം. നമ്മളിപ്പോ എങ്ങനെ ഇതിന്റെ ഇടയിലൂടെ അങ്ങ് പോവാനുള്ള രീതിയിൽ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ സയാനോട് പറഞ്ഞ് നമുക്കണ്ട് പോയി നോക്കാം, നഷ്ടപ്പെടാനോ ഏറിപ്പോയപ്പോ എന്ത് പറയും, you guys are not supposed to be here, please get out. അത്ര അവർ പറയുള്ളൂ. കനേഡിയൻസ് പ്ലീസ് ഗെറ്റ് ഔട്ട് എന്നും കൂടി പറയാൻ പറ്റില്ല. Are you guys lost? അതെ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാൻ സയാനോട് പറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒരു ആൾക്കാരൊരു അറ്റൻഷൻ എന്തൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൽ കോള് പ്രിറ്റൻഡ് ചെയ്തിട്ട് അങ്ങ് നടക്കാണ്. അതെ, ഞാനിത് പല സ്ഥലത്തും ഉപയോഗിച്ചിട്ട് നമ്മള് ഒരു ഫോൺ ഇങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരാളും നമ്മളോട് വന്ന് സംസാരിക്കാനുള്ള ചാൻസസ് വളരെ ഫോൺ കോൾ ഇന്ററപ്റ്റ് ചെയ്യാണ്, വെരി ലെസ് ആണ്. ഐ കോണ്ടാക്റ്റും കൂടി ഉണ്ടാക്കുന്നില്ലെങ്കിൽ കോണ്ടാക്ട് ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്ത് കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചാണ്ട് ഭയങ്കര കോൺവെർസേഷൻ, ഭയങ്കര സീരിയസ് കോൺവെർസേഷൻ, ചർച്ചകളായിരുന്നു. അപ്പൊ തന്നെ ആൾക്കാരും വിചാരിക്കും ഇവ എന്തോ സീരിയസ് ആയിട്ട് ഇതിലൂടെ പാസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഫോണും പ്രിറ്റൻഡ് ചെയ്തിട്ട് ഞങ്ങളത് പാസ് ചെയ്ത് നേരെ ഇറങ്ങണത് ഈ ഡിസ്റ്റിലറി മിഡിൽക്ക് ഫുള്ള് ആൾക്കാർ. നമ്മൾ എന്താ പറയാ, ഈ സിനിമയിലൊക്കെ ഉള്ള പോലെ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ആ ക്രൗഡിന്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ട് ലോസ്റ്റ് ബ്ലെൻഡിനാകുന്നതും എന്റെ മനസ്സിലപ്പോ എന്താ പറയുക, മിഷൻ പാസ്ഡ്. അതെ, ലിറ്ററലി. എന്നിട്ട് നമ്മൾ ആ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് ഒക്കെ കണ്ട് അന്ന് അവിടെ സാന്റാക്ലോസ് ഉണ്ടായിരുന്നു, നല്ലൊരു വെളുത്തിട്ട് നല്ലൊരു രസമുള്ള ഒരു അപ്പൂപ്പൻ. അങ്ങോട്ട് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ആ ദിവസം രസമായിരുന്നു, അടിപൊളിയായിരുന്നു. അതായത് ഫ്രീഡം ഇൻ അവർ ഹാൻഡ്സ് എന്നുള്ള പോലെയായിരുന്നു. സത്യം. ഗുഡ് ലൈഫ്, ഗുഡ് ഡേയ്സ്. അതേപോലെ തന്നെ വേറെ നമുക്ക് ഒരു ചോയ്സ് ഓഫ് ഫ്രീഡം കാര്യമൊക്കെ തരുന്ന സംഭവമാണ് നമ്മൾ സിനിമ കാണുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾക്കൊരു സിനിമ എന്നുള്ള പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ലൈക്ക് ഇപ്പം ഞാൻ കാണുന്ന വ്യൂ പോയിന്റ് ആയിരിക്കില്ല നിനക്ക് ഒരു സിനിമ കാണുമ്പോൾ. അത് ആളുടെ ചില സിനിമകൾ മോസ്റ്റ് ഓഫ് ദ മൂവീസ് ലൈക്ക് പല ആൾക്കാർക്കും പല കൺസെപ്റ്റ്സ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് ഭയങ്കര ഫ്ലോപ്പായ സിനിമ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. പിന്നെ നമുക്ക് നല്ല സിനിമകൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും, ട്രസ്റ്റഡ് സോഴ്സസ്. ഓക്കെ, അപ്പം ചില ആൾക്കാരുണ്ട് ഒരു സിനിമ കണ്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര അങ്ങോട്ട് ഹൈപ്പാക്കി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് തെൻവീർ ഇങ്ങനെയാണ്. അതായത് തെൻവീറിന് ഒരു ബേസിക് സിനിമ ആയിരിക്കും, പക്ഷെ തെൻവീറിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ അതങ്ങ് ഹൈപ്പ് ചെയ്ത് പറയും. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, പക്ഷെ അതുകൊണ്ട് തെൻവീറിനോട് ആ സിനിമനെ കുറിച്ച് അഭിപ്രായം ചോദിക്കാറില്ല, കാരണം ചോദിച്ചിട്ട് കാര്യമില്ല. അതെ, പക്ഷെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളൊരു ടേസ്റ്റ് ഒക്കെ അനുസരിച്ച് നമ്മളെ ടേസ്റ്റ് ഓർക്ക് അറിയുണ്ടാവും. അപ്പൊ ഓരിങ്ങനെ ഇത് ഈ കണ്ടോക്ക് എന്റെ ഒരു ഇതിനൊക്കെ പറ്റിയാണ് നമുക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ, അല്ലെ നമ്മളെ സെയിം ടേസ്റ്റ് സെയിം ടേസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. സോ അതേപോലത്തെ ഒരു ട്രസ്റ്റഡ് സോഴ്സ് ആണ് ഞങ്ങളുടെ ഫ്രണ്ട് നിയാസ്ക. ഇപ്പൊ സിനിമ കാര്യങ്ങളൊക്കെ നിയാസ്കന്റെ ഒരു ഒപ്പീനിയൻ ഒക്കെ വെച്ച് നമ്മൾ കാണുകയാണെങ്കിൽ ഏറെക്കുറെ നിയാസ്ക ഇങ്ങനെ ഓരോന്ന് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ട് റേറ്റ് ചെയ്യാം. ഈവൻ അതിൽ ഓരോ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു പറയും സിനിമ കൊള്ളാം പക്ഷെ ആക്ടിങ് പോരാ, സിനിമാറ്റോഗ്രാഫി പോരാ, അല്ലെങ്കിൽ സിനിമ നല്ലതാ സ്റ്റോറി വീക്കാ, അങ്ങനെ പറയും. അത് നിയാസ്കൊക്കെ അങ്ങനെ കുറെ
പോയിന്റ്സ് ഉണ്ട്. അതിലൊരു പോയിന്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് വരെ ഉണ്ട്. ക്യാരക്ടർ ഡെവലപ്മെന്റിന് വരെ മുമ്പ് സ്കോർ ഇടും. അതെ. അപ്പം ഞാനും നിയാസ്ക്ക് ഇങ്ങനെ ഈ ഇന്ത്യൻ സീരീസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇപ്പം ഒരുപാട് ഇന്ത്യൻ സീരീസ് വരുന്നുണ്ടല്ലോ, പക്ഷെ നല്ല ഇന്ത്യൻ സീരീസുകൾ വളരെ വിരളമായിട്ടേ വരുന്നുള്ളൂ. ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ അല്ലെ മീഡിയ അറ്റൻഷനൊക്കെ ഉള്ള. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഒരാഴ്ച മുന്നത്തെ മറ്റേ നെറ്റ്ഫ്ലിക്സിൽ കണ്ടൊരു സീരീസ് ഉണ്ടായിരുന്നു, ഒരു ഇന്ത്യൻ സീരീസ്. അപ്പം നിയാസ്ക പറഞ്ഞ് ആ സീരീസ് ഈ ഒന്ന് കണ്ടുനോക്കാറുണ്ട്. അതിൻ്റെ പേര് ദ റെയിൽവേ മെൻ എന്നാണ്. അപ്പം ഞാൻ ആ സിനിമ ആ ഒരു സീരീസ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് വായിച്ചിരുന്നു. അപ്പോൾ വായിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാസ് ട്രാജഡിയിൽ ട്രാപ്പായ എംപ്ലോയീസിനെ രക്ഷിക്കുന്ന ഒരു സർവൈവൽ സ്റ്റോറി. അപ്പം എനിക്ക് അത്ര സ്ഥിരം കണ്ടുവന്ന യൂഷ്വൽ ക്ലീഷെ, ലാസ്റ്റ് ഒരു എന്തായാലും രക്ഷപ്പെടും, യൂഷ്വൽ ക്ലീഷെ. അപ്പം ഞാൻ യാസ്കിനോട് പറഞ്ഞു അത് ഇതല്ലേ ചോദിച്ചു. അപ്പം അവിടെയാണ് എനിക്ക് തെറ്റിയത്, ഈ കണ്ടോക്കായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പം ഒരു സംഭവം കാണാൻ ഡിസിഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള എല്ലാ ന്യൂസും ബ്ലോക്ക് ചെയ്യും. അതായത് ട്രെയിലർ, റിവ്യൂസ്, ആൾക്കാർ സ്റ്റോറി ഇടുന്ന, തിയേറ്ററിൽ പോയിട്ട് സ്റ്റോറി ഇടുന്ന ചില ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ വരാൻ സ്കിപ്പ് ചെയ്യും. ഒന്നും നമ്മള് ഒരു ക്ലൂ ഉണ്ടാവരുത് അതിനെ കുറിച്ച്. അപ്പൊ ഞാൻ നിയാസ്ക പിന്നെ ട്രസ്റ്റഡ് സോഴ്സ് ആണ്. നിയാസ്കിനോട് പറഞ്ഞു സേ നോ മോർ, ഞാൻ കണ്ടിട്ട് പറയാം. ഓക്കെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി എനിക്ക് രാത്രി ഒരു പരിപാടിയില്ല. അപ്പം അങ്ങനെ നിയാസ്ക്ക് അപ്പം ഇത് പറഞ്ഞല്ലേ കണ്ടോക്കെ അയച്ചു. അങ്ങനെ നോക്കുമ്പോൾ 4 എപ്പിസോഡുള്ളൂ. ഓരോ എപ്പിസോഡ് 4 എപ്പിസോഡുള്ളൂ. ഒറ്റ സീരീസാണ്. 4 എപ്പിസോഡിൽ സീരീസ് കഴിയും. ഒറ്റ സീസൺ. പിന്നെ ആണെങ്കിൽ മറ്റേ 45-50 മിനിറ്റൊക്കെ ഉള്ളൂ ഓരോ എപ്പിസോഡ്. അപ്പം ഞാൻ വിചാരിച്ച് ഒരു എപ്പിസോഡ് കാണാം, ഒരു ഗുഡ് വാച്ച്, അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഞാൻ ആ ഒരു സീരീസിൻ്റെ മികവ് കൊണ്ട് ആ മൊത്തം 4 എപ്പിസോഡ് ഞാനങ്ങ് ബിഞ്ച് വാച്ച് ചെയ്തു. ഞാൻ പറയാ ലൈക്ക് എല്ലാവർക്കും ഞാനൊരു സജഷൻ കൊടുക്കാണ്, എവരിവൺ ഷുഡ് വാച്ച്. നമ്മൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ ആ ടൈമിൽ ഇറങ്ങിയ സിനിമകളെ കുറിച്ച് റിവ്യൂസും സിനിമയെ കുറിച്ചൊക്കെ സംസാരിക്കണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് സംസാരിക്കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് ചെയ്യൽ നിർത്തി. എന്താന്ന് വെച്ചാല് സിനിമ ഇറങ്ങും, പക്ഷെ എന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ച് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരാൾ ആ എപ്പിസോഡ് കാണുന്നതെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻ പോലെ തോന്നും. കാരണം പുതിയ ലേറ്റസ്റ്റ് സിനിമയെ കുറിച്ച് അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇതുപോലത്തെ മസ്റ്റ് വാച്ച്, അതായത് ഒരു 5 കൊല്ലം കഴിഞ്ഞാലും നമുക്കത് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അല്ലെങ്കിൽ സീരീസുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. സോ എല്ലാവരും നെറ്റ്ഫ്ലിക്സ് പോയിട്ട് ഈ ദ റെയിൽവേ മെൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ജസ്റ്റ് ഒരു എപ്പിസോഡ് കണ്ടാൽ മതി. പിന്നെ യു ഗൈസ് ക്യാൻ ഡിസൈഡ് വെദർ ടു കണ്ടിന്യൂ ഓർ നോട്ട്. പിന്നെ അതിന്റെ ഒരു തീം വരുന്നത് എന്താന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ്. പിന്നെ ഒരു 3rd ക്ലാസ് 4th ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വന്നിരുന്നു. അപ്പം അന്ന് ഞാനിങ്ങനെ നമ്മളെ നാട്ടിൽ എന്തോ ഒരു ട്രാജഡി സംഭവിച്ചു, കുറെ പേര് മരിച്ചു, ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സീരീസിൽ അതിന്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് മൊത്തത്തില്. അപ്പൊ കുറെ ഉൾവിളികളും കുറെ റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എല്ലാവരും ജസ്റ്റ് ഒരു 1 എപ്പിസോഡ് കണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഫിനിഷ് ചെയ്യും, എനിക്ക് കോൺഫിഡന്റ് ആണ്. അതെ, എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ ആഫ്റ്റർ അവേഴ്സ് മലയാളീസിനോടോ നിങ്ങൾ ഈ റിവ്യൂ അറിയിക്കണം. So this has been your favorite host Zayan Zakir and Semi Roshan. Peace out. Peace out. Woo woo. Ha ha.